നമസ്തേ. GST പരിഷ്കരണത്തിലൂടെ വളർച്ചയുടെ പുതിയ പാത വെട്ടി ഭാരതം. തീരുവ കൊണ്ട് മുക്കാമെന്ന ട്രംപ് കരുതിയെങ്കിൽ അത് തെറ്റിയോ? മോദിയുടെ മറുമരുന്നോ GST വിപ്ലവം? അമേരിക്കൻ താരിഫുമായി ബന്ധമില്ലെന്ന് നിർമ്മല സീതാരാമൻ പറയുമ്പോഴും ഫലത്തിൽ അത് ചുട്ട മറുപടിയായോ? സ്വാഗതം പ്രൈം ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി സാമ്പത്തിക വിദഗ്ധൻ ആദികേശവൻ, BJP നേതാവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, കോൺഗ്രസ് നേതാവ് പ്രൊഫസർ റോണി കെ ബേബി എന്നിവരൊപ്പം ചേരും. ആദ്യം ആദികേശവനിലേക്ക്. ശ്രീ ആദികേശവൻ, നമുക്കാദ്യം GST പരിഷ്കരണമുണ്ടാക്കുന്ന മാറ്റങ്ങൾ പറഞ്ഞു തുടങ്ങാം എന്ന് തോന്നുന്നു. അതെ, അതായത് ഇപ്പോൾ സർക്കാരല്ല, ശരിക്കും പറഞ്ഞാൽ GST കൗൺസിൽ മുഖാന്തരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകൾ എല്ലാം കൂടി എടുത്തിട്ടുള്ള തീരുമാനത്തെ ഒരു പരിഷ്കരണം മാത്രമല്ല, ചരിത്രപരമായ ഒരു പരിഷ്കരണം എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അത് സത്യമാണ് താനും. കാരണം നമ്മളിതിൻ്റെ ഇമ്പാക്റ്റ് ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ വസ്തുക്കൾക്ക്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഈ ടാക്സ് കുറയുന്നത് എന്നതടക്കമുള്ള മൊത്തം കണക്കുകൾ ഏകദേശം പത്രത്തിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും സാധാരണ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റുള്ള പ്രത്യാഘാതമുള്ള ഒരു നടപടിയാണ് മൊത്തത്തിൽ ഈ GST പരിഷ്കരണ തീരുമാനം. അപ്പോൾ രണ്ട് എഫക്റ്റീവ് റേറ്റ്, അതായത് ഒരു രാജ്യം മുഴുവനും 17 മുമ്പായിട്ട് നമുക്കറിയാവുന്നതുപോലെ വിവിധ സ്റ്റേറ്റുകൾ വിവിധ സെയിൽസ് ടാക്സ് നിരക്കുകൾ ഉണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റിലേക്ക് കടത്താനായിട്ട് ചെക്ക് പോസ്റ്റും അങ്ങനെ പല പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനെ മാറ്റിക്കൊണ്ടാണ് GST വന്നത്. പക്ഷേ GST വന്നപ്പോൾ തന്നെ ഒരഭിപ്രായമുണ്ടായിരുന്നു, ഈ കോംപ്ലക്സിറ്റി, അതായത് റേറ്റ്സിൻ്റെ സങ്കീർണതയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഇത് പാടില്ല, ഒറ്റ റേറ്റോ അല്ലെങ്കിൽ 2 റേറ്റോ ഒക്കെ ആയിട്ട് മാറ്റണം ഇതിനെ എന്നുള്ള ഒരു വാദഗതി അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ പോലെ ഡൈവേഴ്സായിട്ടുള്ള പലതരം സ്വഭാവങ്ങളുള്ള കൺസ്യൂമർ ക്ലാസ് പല സ്റ്റേറ്റ്സിലുമുണ്ട്. ഒരു സംസ്ഥാനത്തെ രീതി അല്ല വേറൊരു സംസ്ഥാനത്തെ രീതി. വലിയ ഒരു രാജ്യം, ഒരു കോണ്ടിനെൻറ്റിനെ പോലെയുള്ള ഒരു രാജ്യം, ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂഖണ്ഡം പോലെയുള്ള ഒരു രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് പെട്ടെന്നൊരു തീരുമാനം ഒറ്റ റേറ്റിലേക്ക് പോകാൻ സാധ്യമല്ല. പക്ഷേ 8 വർഷത്തിന് ശേഷം ഈ ഒരു നടപടി നമ്മുടെ GST കൗൺസിൽ എടുത്തു. തീർച്ചയായും എല്ലാവരും സമ്മതിക്കുന്നത് വളർച്ചാ നിരക്കിനെ അനുകൂലമായി ബാധിക്കും. ദേശീയ വളർച്ചാ നിരക്ക് ഒരു 0.5% തൊട്ട് 1% വരെയൊക്കെ കൂടുവാനായിട്ട് സാധ്യതകളുള്ള ഒരു നടപടിക്രമമായിട്ടാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞരും അനാലിസിസ് ചെയ്യുന്ന റിസർച്ച് വിങ്സും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ എല്ലാ മേഖലകളും സാധാരണക്കാരന് പ്രത്യേകിച്ചും ഗുണം ചെയ്യുന്ന രീതിയിൽ സാധാരണ നിത്യോപയോഗ സാധനങ്ങളുണ്ടല്ലോ, സോപ്പ്, എണ്ണ, അല്ലെങ്കിൽ ടോയ്ലറ്ററീസ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് അടക്കം, അതേപോലെ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, പിന്നെ ചെറിയ കാറുകൾ, അതായത് ഇപ്പോൾ മാരുതി വാഗൺ ആർ അല്ലെങ്കിൽ ഹ്യുണ്ടായി i20, ഇതൊക്കെ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് മാരുതി വാഗൺ ആറിന് ഏകദേശം 30,000-40,000 രൂപ വില കുറയും. സാധാരണ, അതായത് ഇതൊന്നും വലിയൊരു ലക്ഷറി ഐറ്റം അല്ലല്ലോ. ഇന്ന് മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്കൊക്കെ കാറുണ്ട്. സാധാരണ അവർ നോക്കുന്ന ചെറിയ കാറുകളിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട എല്ലാത്തിനും വില 40,000, 50,000. i20യുടെ ഞാൻ നോക്കിയപ്പോൾ 70,000-ഓളം വില കുറയുന്നു. മാരുതി സുസുക്കിയുടെ ചെയർമാൻ ശ്രീ RC ഭാർഗവ അദ്ദേഹം പറയുന്നത് സെയിൽസിൻ്റെ കാര്യത്തിൽ ചെറുകിട അല്ലെങ്കിൽ ചെറിയ കാറിൻ്റെ സെയിൽസിൻ്റെ കാര്യത്തിൽ ഏകദേശം 10% വർധന ഉണ്ടായേക്കാം എന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത്. കാർഷിക മേഖലയ്ക്കാണെങ്കിൽ ട്രാക്ടറിൻ്റെ ടാക്സ് അതും 18-ൽ നിന്നും 5 നിർമ്മാണ മേഖലയിൽ നമ്മുടെ സാധാരണ എല്ലാവർക്കും അഫോർഡബിൾ ഹൗസിംഗ് അടക്കം വീട് വയ്ക്കുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാണ് സിമെൻറ്റിൻ്റെ GST 18-ൽ നിന്നും 5
കൂടാതെ ഗ്രാനൈറ്റ്, അതായത് മാനുഫാക്ചർഡ് അല്ലാത്ത സാധനങ്ങൾ, ഗ്രാനൈറ്റ് സ്ലാബ്സ്, പിന്നെ എന്താണ് സ്റ്റോൺ സ്ലാബ്സ്, ഇതിനൊക്കെ 18-ൽ നിന്നും 5 വരുന്നു. പിന്നെ മറ്റുള്ള മേഖല നമ്മുടെ ഗാർമെൻറ്റ്സ് 2500 രൂപ വരെ വിലയുള്ള സാധാരണ മേടിക്കുന്ന ഗാർമെൻറ്റ്സ്, തുണിത്തരങ്ങൾക്ക് നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സർവ്വതല സ്പർശിയായ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു നടപടിക്രമമായിട്ടാണ്, ചരിത്രപരമായ ഒരു മാറ്റമായിട്ടാണ് പൊതുവെ ഇത് കാണപ്പെടുന്നത്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിന് മൊത്തത്തിലും വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. അതും ഇപ്പോൾ കൃഷ്ണരാജ് ആമുഖമായി പറഞ്ഞത് ശരിയാണ്. കാരണം US ടാരിഫിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വളർച്ചാ നിരക്കിനെ ബാധിക്കുമോ, നമ്മുടെ യൂണിറ്റുകളെ കയറ്റുമതി മേഖലയിലുള്ള പലതരം യൂണിറ്റുകളെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക ഇന്നുമുണ്ട്. ഡയറക്റ്റായിട്ട് അത്തരം യൂണിറ്റുകളെ സഹായിക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഇതിലില്ല എന്നുള്ളത് നമുക്കറിയാം. നമ്മളത് അറിയുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് മറൈൻ എക്സ്പോർട്സ്, ആ മേഖലയ്ക്ക് കുറേ സപ്പോർട്ട് മെഷേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് കയറ്റുമതി മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ നടപടിക്രമത്തിൽ കൂടി നമുക്ക് നേരിടുവാൻ സാധിക്കുകയില്ല, അതെല്ലാവർക്കും അറിയാം. അതിനുള്ള ഒരു പറ്റം നടപടിക്രമങ്ങൾ വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ആ കയറ്റുമതി മേഖലയിൽ പ്രതീക്ഷിച്ചതിൽ ഉണ്ടാവുന്ന ഒരു ഇടിവിനെ നികത്താനായിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഒരു ബൂസ്റ്റായിട്ട് മൊത്തത്തിൽ ഈ GST പരിഷ്കാരങ്ങളെ, GST 2.0 എന്ന് പറയുന്ന ഈ പരിഷ്കാരങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും, വളരെ പ്രധാനപ്പെട്ട കാര്യം GST കൗൺസിലിൻ്റെ ഈ തീരുമാനം നമ്മുടെ സംസ്ഥാനത്തിലെ അടക്കം ധനമന്ത്രി പുറത്തു വന്നിട്ട് നമ്മുടെ റവന്യൂ കുറയും സംസ്ഥാനത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞെങ്കിലും GST കൗൺസിലിൻ്റെ തീരുമാനം ICയുടെ ചെയർമാൻ പറഞ്ഞത് ഇത് യുനാനിമസ് ആയിരുന്നു. ഏകകണ്ഠമായി സംസ്ഥാനങ്ങളെല്ലാവരും കേന്ദ്ര സർക്കാരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഈ GST പരിഷ്കാരം. വളർച്ചയ്ക്കുതകും, പക്ഷെ വരുമാനത്തിൽ കുറവ് വരും എന്ന് തന്നെയാണ് അതായത് ഒരു ആശങ്കയുള്ളത്. അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഒക്കെ വരുമാനത്തിൽ ചെറിയ തോതിലുള്ള കുറവ് നമുക്ക് അനുഭവപ്പെടും എന്നുള്ള ഒരു വാദമുണ്ട്. പക്ഷേ അതിനെ കൂടുതൽ വളർച്ച വരുന്നതോടുകൂടി ഉൽപ്പാദനം കൂട്ടിക്കൊണ്ട്, അതേപോലെ സെയിൽസ് കൂട്ടിക്കൊണ്ട് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് മൂലം ആ കുറഞ്ഞ വരുമാനത്തിനെ മറികടക്കുവാനുള്ള സാധ്യതയും ഈ നടപടികളുടെ ഭാഗമായിട്ട് നമുക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതിനെ ഒരു രീതിയിലും ആരും ഇതിനെ കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടില്ല, ഇൻക്ലൂഡിങ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രീ P. ചിദംബരം, വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നടപടിക്രമങ്ങളെ പൂർണ്ണമായിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ വൈകിപ്പോയി, 8 വർഷം മുമ്പേ ഉണ്ടാകേണ്ട ഒരു നടപടിയായിരുന്നെന്ന് പറയുന്നു. പക്ഷെ അവിടെ എൻ്റെ ഒരു വീക്ഷണം, ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങൾ പടിപടിയായിട്ട് ക്രമമായിട്ട് മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. അവിടെ പലതരത്തിലുള്ള വീക്ഷണങ്ങളും പലതരത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഒക്കെയുണ്ട്. എല്ലാവരെയും നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മാറ്റം വരുത്തുന്നതാണ് അഭികാമ്യം. രാജ്യം ഒറ്റക്കെട്ടായി പുരോഗതിക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി ഈ നടപടികളെ സ്വീകാരം ചെയ്യുന്നത് അതിൻ്റെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്കെടുക്കാം. ഒരു പക്ഷെ നേരത്തെ ഇതേപോലത്തെ മാറ്റങ്ങൾ 2018-ലോ 2019-ലോ വന്നിരുന്നെങ്കിൽ GSTയുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, GSTയുടെ സ്ട്രക്ചർ പോലും 6-7 വർഷം എടുത്തു അത് സ്റ്റെബിലൈസ് ചെയ്യാൻ. ഇപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കൾ വ്യവസായത്തിലുള്ളവരും സംരംഭകരും അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസും എല്ലാം പറയുന്നത് GST സിസ്റ്റം സ്റ്റെബിലൈസ് ചെയ്തു. അതിൻ്റെ IT സിസ്റ്റം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു ബാലൻസ് വന്നതോടുകൂടി, ഒരു സ്റ്റെബിലിറ്റി വന്നതോടുകൂടി അടുത്ത നടപടിക്രമങ്ങളിലേക്ക് അടുത്ത സ്റ്റെപ്പ് ഓഫ് റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി നീങ്ങുവാനുള്ള സമയമായി. ആ നീക്കം നമ്മളെല്ലാവരും കൂടി നടത്തിയിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് എനിക്ക് ആമുഖമായിട്ട് തോന്നുന്നത്. അപ്പോൾ വളർച്ചയ്ക്ക് സപ്പോർട്ട്
സാധാരണക്കാർക്ക് ഗുണം, മൊത്തത്തിൽ എല്ലാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന ടാക്സ് റിഡക്ഷനാണ് ഇതുമൂലം, ഒരു ബഡ്ജറ്റിന് സമാനമായ തീരുമാനം മൂലം നമുക്ക് ഇവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നത്. യെസ്, ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, വെറുമൊരു പരിഷ്കാരമല്ല, ചരിത്രപരമായ പരിഷ്കാരം, സർവതല സ്പർശിയായ പരിഷ്കാരം. ഇത് പറയുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധനാണ്, ഇതിനെ ഏറെ പഠിച്ച് തിരിച്ചറിഞ്ഞ ഒരാളാണ്. നോക്കൂ, ഈ നികുതി പരിഷ്കരണത്തിലൂടെ, അതായത് GST പരിഷ്കരണത്തിലൂടെ BJP പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇത് കേവലം BJPയുടെ ഒരു പ്രതീക്ഷ എന്നതിലുപരി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു പ്രതീക്ഷയും ചെറുത്തുനിൽപ്പും ആഗോള രംഗത്തുള്ള നമ്മുടെ ശക്തമായ ഇടപെടലും കൂടിയായിട്ട് നമ്മൾ ഇതിനെ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് പ്രഖ്യാപിച്ചതായ ആ ഒരു തീരുവ യുദ്ധം, അങ്ങനെ തന്നെയാണ് ലോകം അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ തീരുവ യുദ്ധത്തിന് ബദലായി പെട്ടെന്ന് ഉള്ള ഒരു പ്രതികരണമല്ല മോദിജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെ അപലപിക്കുകയോ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി എടുത്തുചാടുകയോ അല്ലെങ്കിൽ അതിനോട് ഞങ്ങൾ വിയോജിക്കുന്നു എന്നുള്ള യുദ്ധപ്രഖ്യാപനമോ ഒന്നും ചെയ്യാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാമെന്നും അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കയറ്റുമതി നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാത എങ്ങനെ വെട്ടിത്തുറക്കാം എന്നുള്ളതുമാണ് മോദിജി ചിന്തിച്ചത്, അതനുസരിച്ച് പ്രവർത്തിച്ചത്. ഇന്ന് നമുക്കറിയാം, മോദിജിയോടൊപ്പം തന്നെ റഷ്യയുണ്ട്, ചൈനയുണ്ട്, ജപ്പാനുണ്ട്, മറ്റ് പല രാജ്യങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഈ നടപടി കേവലം ഇന്ത്യക്ക് എതിരെ മാത്രമല്ല, അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്, ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ്. റഷ്യ അമേരിക്കയുടെ താല്പര്യത്തിന് ഒത്തു നിൽക്കാത്ത രാജ്യമായതുകൊണ്ട് റഷ്യയോട് സഹകരിക്കുന്നവരൊക്കെ അമേരിക്കയുടെ ശത്രുപക്ഷത്ത് വരും. ഞങ്ങൾ അതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ആ നടപടികൾ നിങ്ങൾ നേരിട്ട് കൊള്ളണം എന്നുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനം, താരിഫിന്റെ തലത്തിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനം, അതാണ് അമേരിക്ക നടത്തിയത്. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹം വളരെയേറെ വലിയ എതിർപ്പുകൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ഇത് ഗുണം ചെയ്യുകയില്ല എന്നും ഇന്ത്യയെ പോലെയുള്ള വലിയ പൊട്ടൻഷ്യൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല ഗ്രോത്ത് റേറ്റ് ഉള്ള വലിയ ജനസംഖ്യയുള്ള പർച്ചേസിംഗ് പവർ ഉള്ള ഒരു രാജ്യത്തെ പിണക്കി മാറ്റി നിർത്തുന്നത് ബുദ്ധിപരമല്ല എന്നുമൊക്കെ അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, ട്രംപിനെതിരെ ഉയരുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഭാരതത്തിന്റെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യലിനെ തിരിച്ചറിഞ്ഞ ഒരു ഭരണകൂടം അവിടുത്തെ മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും സംയോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ മുഴുവൻ ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായത്തിൽ ഈ GST പരിഷ്കരണം നടപ്പാക്കുമ്പോൾ രാജ്യം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചും നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അമേരിക്ക അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിൽ നിൽക്കുകയാണ് എന്ന് നമുക്കറിയാം. 2% മാത്രമാണ് അമേരിക്കയുടെ GDP ഗ്രോത്ത് റേറ്റ്. എന്നാൽ മറുവശത്ത് ഇന്ത്യ ലോകത്തെ GDP ഗ്രോത്ത് റേറ്റിലെ ഏറ്റവും മുൻപന്തിയിൽ 7.8% വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ അമേരിക്കയിൽ നിന്ന് നമ്മൾ ബഹുദൂരം പിന്നിലാണ് എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിയെ സംബന്ധിച്ച് അമേരിക്കയുടെ അവസ്ഥയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്ക അങ്ങേയറ്റ അപകടകരമായ അവസ്ഥയിലാണ്. ഇപ്പൊ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ആകെ കടം എന്ന് പറയുന്നത് ഇപ്പോൾ 3278 ലക്ഷം കോടി രൂപയാണ്. അതേസമയം ഇന്ത്യയുടെ വിദേശ കടം എത്ര എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും എല്ലാം കൂടി എടുത്തിരിക്കുന്ന കടം പരിശോധിച്ചാൽ പോലും 181 കോടി മുതൽ 205 കോടി വരെ. 205 കോടി വരെ എന്ന് പറയാൻ കാരണം ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചാഞ്ചാട്ടത്തിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പരിശോധിച്ചാൽ പോലും 205 കോടിയാണ് നമ്മുടെ പരമാവധി കടം. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് റേറ്റ്, GDP ഗ്രോത്ത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ അപകടകരമായ ഒരു അവസ്ഥയിലല്ല നമ്മൾ. പക്ഷെ അമേരിക്ക അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ് താനും. അപ്പോൾ ഈ ഒരു സമ്പദ് വ്യവസ്ഥയെ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് അമേരിക്കയെ തള്ളിവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ്. അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ പലപ്പോഴും നമ്മുടെ പല ആൾക്കാരും ഭയപ്പെടുന്ന ഒരു കാര്യം, അമേരിക്ക ഒരു വ്യാപാര ഉപരോധം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ തീരുവ യുദ്ധം നടത്തുകയോ ചെയ്താൽ നമ്മൾ ആകെ അങ്ങ് തകർന്നു പോവില്ലേ എന്നുള്ളൊരു ആശങ്ക അന്തരീക്ഷത്തിൽ പലപ്പോഴും ഉയരാറുണ്ട്.
പക്ഷേ ഈ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും, ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം വസ്തുതകളെ വ്യക്തമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, മധ്യവർഗത്തിൽ പർച്ചേസിംഗ് പവർ ഉള്ള മധ്യവർഗത്തിന്റെ എണ്ണം എടുത്തു നോക്കിയാൽ അമേരിക്കയിൽ അത് 17 കോടി പേരാണ്. 17 കോടി പേരാണ് അമേരിക്കയിലെ മധ്യവർഗം. അവരാണ് പർച്ചേസിംഗ് പവർ ഉള്ളവര്. അവിടേക്കാണ് നമ്മളുടെ കയറ്റുമതിയിൽ ബഹുഭൂരിപക്ഷവും പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അമേരിക്കയിലേക്ക് ഇത്രമാത്രം കയറ്റുമതി ചെയ്യുന്നത്? ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആഗോള കറൻസിയായ അമേരിക്കൻ ഡോളർ എത്രയും കൂടുതൽ കരസ്ഥമാക്കണം എന്നുള്ളതാണ്. അത് വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും രാജ്യങ്ങളാണെങ്കിലും ഒരുപോലെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അമേരിക്കൻ ഡോളർ കിട്ടാൻ വേണ്ടി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അമേരിക്കയ്ക്ക് കാര്യമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളതുകൊണ്ട്, പർച്ചേസിംഗ് പവർ ഉള്ള വലിയൊരു മിഡിൽ ക്ലാസ് അവിടെ ഉള്ളതുകൊണ്ട് ഏത് സാധനം കയറ്റുമതി ചെയ്താലും അവർക്ക് വാങ്ങാനുള്ള കഴിവുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. രാജ്യങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഡോളറിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. എന്നാൽ ഇന്ന് മാറിയ ആഗോള സാഹചര്യം എന്ന് പറയുമ്പോൾ അത് കൊറോണയുടെ കാലഘട്ടത്തിൽ ആരംഭിക്കുകയാണ്. ഇപ്പൊ കോവിഡ് വന്നു. ആ കോവിഡ് വന്നതോടുകൂടി ലോക സമ്പദ് വ്യവസ്ഥയിലെ അടിമുടി ഒരു വലിയ മാറ്റം വന്നു. വ്യാപാര വാണിജ്യ ബന്ധങ്ങളിലെ സംവിധാനങ്ങൾ മാറി. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഏക ധ്രുവ ലോകത്തിന് അപ്പുറം നിരവധി സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു കാലഘട്ടമാണ് കോവിഡിന്റെ കാലഘട്ടം. അപ്പോൾ ആ കോവിഡ് കാലഘട്ടത്തിന് ശേഷം അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് മെല്ലെ മെല്ലെ അതിന്റെ ഒരു പ്രഭാവം നഷ്ടപ്പെടുകയും ഇന്ത്യയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ഒക്കെ കറൻസികൾ അന്താരാഷ്ട്ര വിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ കറൻസി ഏതാണ്ട് 36 രാജ്യങ്ങൾ വാണിജ്യ രംഗത്ത് തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ അവരവരുടെ കറൻസി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ആഗോള വ്യാപാരം സാധ്യമാണ് എന്ന് ബോധ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തെ നരേന്ദ്രമോദി സമർത്ഥമായി മുതലെടുത്തുകൊണ്ട് റഷ്യയോട്, ചൈനയോട്, ജപ്പാനോട് ഒക്കെ നല്ല ബന്ധം പുലർത്തി വളരെ പെട്ടെന്ന് ഉള്ള ഒരു പ്രതിരോധം, ഒരു ബദൽ സംവിധാനം വെട്ടിത്തുറക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പൊ റഷ്യയുടെ മിഡിൽ ക്ലാസ്, പർച്ചേസിംഗ് പവറുള്ള മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ 7 കോടിയോളം പേര് വരും. അത് ജപ്പാനിലാണെങ്കിൽ 11 കോടി വരും. അത് ചൈനയിലാണെങ്കിലോ 40 കോടി മുതൽ 50 കോടി വരെ വരും. അടുത്ത 2 വർഷത്തിനുള്ളിൽ അത് 60-70 കോടിയായിട്ട് വളരുകയും ചെയ്യും. ഇതിനേക്കാളൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം, ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് 40 മുതൽ 50 കോടി വരെ വളർച്ച പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ അത് 60 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന 17 കോടിയുടെ മിഡിൽ ക്ലാസ് പർച്ചേസിംഗ് പവർ ഉള്ള ജനതയ്ക്ക് മറുവശത്ത് 7 കോടിയുള്ള റഷ്യയെയും 11 കോടിയുള്ള ജപ്പാനെയും 40-50 കോടിയുള്ള ചൈനയെയും കൂടി ചേർത്തു പിടിച്ചാൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള 40-50 കോടി മിഡിൽ ക്ലാസിനെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ നമ്മളുടെ വ്യവസായികൾ, അത് സ്വകാര്യ മേഖലയിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏതൊരു ഉൽപ്പന്നവും വിറ്റഴിക്കാനുള്ള ഒരു ബദൽ മാർക്കറ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കിറ്റക് സാബു മലയാളിയാണല്ലോ. അദ്ദേഹത്തിന്റെ കയറ്റുമതി ഏതാണ്ട് മുഴുവൻ തന്നെ അമേരിക്കയിലേക്ക് തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് പലരും ചോദിച്ചു, ഈ സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? ഇത് വലിയൊരു തിരിച്ചടിയല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിനെ അതിജീവിക്കുന്നതിന് ഒരു ഭയവുമില്ല. കാരണം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഞാൻ തിരിച്ചുവിടുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള അമേരിക്കൻ മാർക്കറ്റിന് പ്രിയങ്കരമായ സാധനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നാൽ അത് വാങ്ങാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനുള്ള പർച്ചേസിംഗ് പവർ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിനെ ആശ്രയിക്കുന്നു, ആഭ്യന്തര മാർക്കറ്റിൽ തന്നെ മറുപടി കണ്ടെത്തുന്നു എന്നാണ് കിറ്റക് സാബു വളരെ വ്യക്തമായി പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഒരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിക്കാം. ടെക്സ്റ്റൈൽ രംഗത്ത് നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം പുലർത്തുന്ന 2 പ്രദേശങ്ങളുണ്ട്. ഒന്ന് സൂററ്റും 2 തിരുപ്പൂരും. ഈ സൂററ്റിനും തിരുപ്പൂരിനും തമ്മിൽ ഒരു വ്യത്യാസമുള്ളത്, തിരുപ്പൂർ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് കേന്ദ്രമാണ് എങ്കിൽ സൂററ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ഹബ്ബാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ. അപ്പോൾ തിരുപ്പൂരിൽ ഉത്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാം. അവരത് അമേരിക്കയിലേക്ക് മാത്രമല്ല കയറ്റുമതി ചെയ്യുന്നത്, ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. എന്നാൽ സൂററ്റിനെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതി അധികമൊന്നുമില്ലെങ്കിലും പ്രോഡക്റ്റ് കൂടുതലുണ്ട്. പക്ഷെ ഈ പ്രോഡക്റ്റ് ഒക്കെ മറ്റു മേഖലകളിലേക്ക് പോയി വിദേശത്തേക്ക് തന്നെ പോവേണ്ടതാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസം സംഭവിച്ച ഒരു വലിയ കാര്യം, സൂററ്റിലെയും അതുപോലെ തന്നെ തിരുപ്പൂരിലെയും, അതായത് സൂററ്റിലെ മാനുഫാക്ചേഴ്സും
തിരുപ്പൂരിലെ എക്സ്പോർട്ടേഴ്സും കൂടി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. അവരൊരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു. സൂറത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരുപ്പൂരിലെ വിദേശ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ലോക രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുക, അമേരിക്കയെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കണം, ഗവൺമെന്റ് മുൻകൈ എടുക്കാതെ തന്നെ കച്ചവടക്കാര്, വ്യവസായികൾ ഒന്നിച്ചിരുന്നു കൊണ്ട് തന്നെ അതിലൊരു ബദൽ മാർക്കം വെട്ടി തുറന്നു കഴിഞ്ഞു. അമേരിക്കയെ ബൈപ്പാസ് ചെയ്ത് ലോകരാജ്യങ്ങളിലേക്ക് തങ്ങളുടെ കോട്ടൺ ഉൽപ്പന്നങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ പ്രോഡക്ട്സുകൾ എത്തിക്കുക എന്നുള്ള ഒരു മറുപടി അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി പെട്ടെന്ന് ഇത് സാധ്യമല്ലാത്ത ഒരു മേഖല എന്ന് പറയുന്നത് സമുദ്രോൽപ്പന്ന മേഖല, പച്ചക്കറിയുടെ മേഖല, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ മേഖല. ഇതാണ്. കാരണം ഓൾറെഡി സൈൻ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റുകൾ, ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്ന കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന മാർക്കറ്റുകൾ, ഇതിനെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് ഈ ഫാസ്റ്റ് മൂവിംഗ് ഗുഡ്സിന്റെയും പെരീഷബിൾ ഗുഡ്സിന്റെയും കാലത്ത് ആ ഒരു മേഖലയിൽ സാധ്യമല്ല. പ്രൊഫസർ റോണി കെ ബേബി, ഈ അടുത്ത കാലത്തായി വലിയ വളർച്ചയാണ് ഭാരതത്തിൽ ഉണ്ടാകുന്നത്. ആഭ്യന്തര ഉൽപ്പാദനമാകട്ടെ, നമ്മുടെ വളർച്ചയാകട്ടെ ഒന്നിനൊന്ന് മികച്ചതെന്ന് തെളിവു സഹിതം ആവർത്തിച്ച് പറയുന്നുണ്ട് സർക്കാർ. നോക്കൂ, ഇപ്പോൾ ആ വളർച്ചയ്ക്ക് പിന്തുണ എന്ന മട്ടിലാണ് ഈ GST പരിഷ്കരണം വരുന്നത്. സ്വയം പര്യാപ്തമായ ഒരു സാമ്പത്തിക സംസ്കാരമല്ലെന്ന് കോൺഗ്രസ് എങ്ങനെ പറയും? ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്ക നമ്മുടെ മേൽ പ്രഖ്യാപിച്ച ഒരു തീരുവ യുദ്ധം, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ GST റിഫോംസ്, അല്ലെ GST 2.0 എന്ന പേരിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന റിഫോംസ് കൊണ്ടുവന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 1.5 വർഷമായി GST കൗൺസിൽ ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2017 മുതൽ നമ്മൾ ആദ്യം GST നടപ്പാക്കിയപ്പോൾ മുതൽ ഇത് റാഷണലൈസ് ചെയ്യണം, ഇത് കുറച്ചുകൂടെ ക്രമീകരിക്കണം എന്നുള്ള വാദങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെ ശക്തമായി മുന്നോട്ട് വെച്ചതാണ്. പറഞ്ഞത് നിർമ്മലാ സീതാരാമനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫലത്തിൽ അത് ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടെ ഒരുക്കമായി കണ്ടാൽ എന്താണ് ഇതിന്റെ അകത്തൊരു ദീർഘവീക്ഷണമുള്ള ഒരു നടപടിക്രമം എന്ന് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രയാസങ്ങള്, പ്രതിസന്ധികള്, വളരെ ഗുരുതരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ GDP ഗ്രോത്ത് കുറയുന്നു. 2047 ഒരു വികസിത ഭാരതമാകണമെങ്കിൽ നമ്മളൊരു 10% മുകളിലേക്ക് ഒരു GDP ഗ്രോത്തിലേക്ക് നമ്മൾ പോകണം. പക്ഷെ നിലവിൽ നമുക്ക് 6.7% നമ്മുടെ GDP ഗ്രോത്ത്. ഒന്ന്, നമ്മുടെ സാമ്പത്തിക വളർച്ചയുടെ ഒരു മാന്ദ്യം നിൽക്കുന്നു. 2, ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് സേവിങ്സ് ഇവിടെ കുറയുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് നമ്മൾ ഇവിടെ ഈ സാധനങ്ങളുടെയൊക്കെ വില കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഡൊമസ്റ്റിക് സേവിങ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഡെപ്റ്റ്, ആ 2 കണക്കുകൾ നമ്മൾ കാണാതെ പോകരുത്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് സേവിങ്സ് എന്ന് പറയുന്നത് 5.1% മാത്രമാണ് ഓഫ് GDP. ഇപ്പോൾ ഡൊമസ്റ്റിക് ഡെപ്റ്റ് എത്രയാണെന്ന് അറിയാമോ? 41.9% ആണ്. ഇവിടെ സേവിങ്സ് കൂടുന്നില്ല, ഇൻകം കൂടുന്നില്ല, പകരം എന്ത് ചെയ്യാണ്? ജനങ്ങളുടെ ഡെപ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ അങ്ങനെ സമ്പദ് വ്യവസ്ഥ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കൺസംഷൻ ആണ് ഇവിടെ സംഭവം. എന്താണെന്നറിയോ? കൂടുതൽ കൺസംഷൻ ഉണ്ടാക്കുക. ആ കൺസംഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം. പക്ഷെ അത് പ്രശ്നം എന്താണ്? ഈ കൺസംഷൻ ഉണ്ടാകണമെങ്കിൽ എവിടെയാണ് ജനങ്ങൾക്ക് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്ന ഒരു സാഹചര്യം നോക്കണം. നമ്മൾ പറയുന്നത് 50 കോടിക്ക് മുകളിലാണ് ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പോലും അതില് എത്ര ആളുകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള പർച്ചേസിംഗ് പവർ, ഈ ഡെപ്റ്റ്, ഈ 41.9% ഡൊമസ്റ്റിക് ഡെപ്റ്റിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ കൂടുതൽ ജനങ്ങൾ കൺസ്യൂം ചെയ്തോ, ജനങ്ങൾ കൂടുതൽ കൺസംഷനിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ അതിനുള്ള പണം ജനങ്ങൾക്കുണ്ടോ എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയാണ്. നമ്മൾ പറയുന്നു ഇവിടെ വളരെ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ്, അല്ലെ ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വിപ്ലവകരമായ മാറ്റവും പ്രഖ്യാപനവുമാണ് ഉണ്ടായതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിഫ്ലക്ട് ചെയ്യേണ്ടത്, പ്രതിഫലിക്കേണ്ടത് ഇന്നലെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. പക്ഷെ ഇന്നലെ നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിഫ്റ്റി ആയിക്കോട്ടെ, അവരുടെ പെർഫോമൻസ് നോക്കുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഏറ്റവും അധികം ബൂസ്റ്റിംഗ് ഉണ്ടാകാൻ പോകുന്നത്, ഏറ്റവും അധികം വളർച്ച ഉണ്ടാകാൻ പോകുന്നത് ഓട്ടോ സെക്ടറിലാണ് വരാൻ പോകുന്നത്, വാഹന വിപണിയിലാണെന്ന് പറയുന്നു. പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 23 കമ്പനികളിൽ 14 എണ്ണവും ഇതിൽ നഷ്ടത്തിലാണ് ഇതിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ രണ്ടാമത്തേത് ഈ കൺസ്യൂമർ ഗുഡ്സ്, ഡ്യൂറബിൾ ഒക്കെ ആയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സിന്റെ കമ്പനികൾ 104 കമ്പനികളിൽ 51 കമ്പനികളും ഇന്നലെ നഷ്ടത്തിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ബിസിനസ് അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ 35 സ്ഥാപനങ്ങളുള്ളതിൽ 24 സ്ഥാപനങ്ങളും ഇന്നലെ നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ വളരെ വിപ്ലവകരമാണെന്നും റവല്യൂഷണറി ആണെന്നും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ മാറ്റിമറിക്കുമെന്നൊക്കെ പറയുന്ന
ആ പ്രഖ്യാപനം വരുമ്പോൾ വളരെ പോസിറ്റീവായി അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട, പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കേണ്ട നമ്മുടെ ഇന്ത്യയുടെ ഈ സമ്പത്ത് ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ വളരെ മോശം പെർഫോമൻസ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഞാനൊരു മറ്റു കാര്യങ്ങളോട് ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ നമുക്ക് കുറെ ഇങ്ങനെ മുകൾ പരപ്പില് നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നില്ലാതെ ഈ 22 ലക്ഷം കോടി രൂപ ടോട്ടൽ വോളിയം ഉള്ള GST ഒരു വർഷമുള്ള നമ്മുടെ രാജ്യത്ത് ഈ വരുന്ന റിഫോംസ് കൊണ്ട് എത്ര രൂപ കേന്ദ്രത്തിന് നഷ്ടം നോക്കുക. ഈ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എന്ന് പറഞ്ഞിരിക്കുന്ന ആകെ വരാൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത് വെറും 47,000 കോടിയാണ്. അതിൽ 35,000 കോടി സംസ്ഥാനങ്ങൾക്കാണ്. കേന്ദ്രത്തിന് നഷ്ടം 17,000 കോടി മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് വെറും 7,000 കോടി രൂപയെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് നഷ്ടമെത്താൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് ഈ പറയുന്ന ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഈ കണക്കിൽ തന്നെ വ്യക്തമാണ്. ഈ പറയുന്ന 22 ലക്ഷം കോടി രൂപ ടോട്ടൽ വോളിയം ഉള്ള GST റെജീമിൽ ഒരു വർഷത്തില് ആകെ വരാൻ പോകുന്ന ഒരു ഈ ഡിക്രീസ് അല്ലെങ്കിൽ ഒരു കുറവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണല്ലോ ആനുകൂല്യമായി ഇത്രയും തുകയാണല്ലോ പബ്ലിക്കിന് ആനുകൂല്യമായി കിട്ടാൻ പോകുന്നത്. ആ ആനുകൂല്യം എന്ന് പറയുന്നത് വെറും 47,000 കോടി മാത്രമേ ഉള്ളൂ. അതിൽ എന്താ കേന്ദ്ര സർക്കാരിന് വളരെ നാമമാത്രമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള ഈ 7,000 കോടി 13,000 കോടി എന്നൊക്കെ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒന്നുമല്ല. ഇത്രയും നഷ്ടം മാത്രമേ ഇവിടെ കേന്ദ്ര സർക്കാരിനുണ്ടാകും. പക്ഷെ ഇത് യഥാർത്ഥ പ്രശ്നം എന്താ? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സമ്പത്ത് ഈ പ്രധാനപ്പെട്ട ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതിന് കാരണം ഞാൻ പറയാം. കാരണം ഇവിടെ പല ഗുഡ്സിന്റെയും വില കുറയുമ്പോൾ പോലും എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. കാരണം ഈ കമ്പനികളൊക്കെ അല്ലെങ്കിൽ ഈ കുറഞ്ഞ ഇനിയും നാളെ മുതൽ അല്ലെങ്കിൽ ഈ GSTയുടെ 2.0 റിഫോംസ് നടപ്പാകുമ്പോൾ മുതൽ വില കുറയുന്ന ആ പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ അവർ വാങ്ങുന്ന റോ മെറ്റീരിയൽസ്, ആ റോ മെറ്റീരിയൽസ് വില കുറഞ്ഞിട്ടില്ല. അതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഔട്ട്പുട്ടിന് വില കുറയുകയും ചെയ്യുന്നു, പക്ഷെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്ന സാധനങ്ങൾക്ക് വില കുറയുകയും ചെയ്യുന്നില്ല. അപ്പോൾ സ്വഭാവമായിട്ട് വരാൻ പോകുന്നത് എന്താണെന്നറിയോ? കമ്പനികൾക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ അവരെങ്ങനെയായിരിക്കും കമ്പനികൾ നഷ്ടം നികത്താൻ പോകുന്നത്? കമ്പനികള് നഷ്ടം നികത്തുവാൻ പോകുന്നത് ഈ സാധനങ്ങളുടെ വില കുറയാൻ പോവുകയാണ്. അതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുതലാളിത്ത കേന്ദ്രീകൃതമായിട്ടുള്ള എക്സ്ട്രീം ക്യാപിറ്റലിസമായിട്ടുള്ള തീവ്ര വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾക്ക് ചൂടുപിടിക്കുന്ന മറ്റൊരു റിഫോംസ് എന്ന് മാത്രമേ കുറിച്ച് പറയുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ആ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഈ കഴിഞ്ഞ മാസം കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ കൊടുത്ത മറുപടി അനുസരിച്ച് 2024 മാത്രം കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടി നൽകിയ ടാക്സ് കൺസെഷൻ എന്ന് പറയുന്നത് 1 ലക്ഷം കോടിയാണ്. ഇപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് മേഖല ഇങ്ങനെ വലിയ രീതിയിൽ വളർത്തിയ നമുക്കറിയാം. 2014 36% ഇന്ത്യൻ ടാക്സ് ടോട്ടൽ GDP എങ്കിൽ അതിപ്പോൾ വളർന്ന് 54% ആയിരിക്കാണ്. കോർപ്പറേറ്റ് ടാക്സിനേക്കാൾ മുകളിലാണ് ഇന്ത്യൻ ടാക്സ്. അപ്പോൾ എന്താ ഈ രാജ്യത്തെ ഇടത്തരം അല്ലെങ്കിൽ മധ്യവർഗ സമൂഹം അവര് കൂടുതൽ ടാക്സ് പേയബിൾ ചെയ്യുവാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയും ഈ രാജ്യത്തെ വളരെ കുറച്ച് ആളുകൾ വരുന്ന ശതകോടീശ്വരന്മാര് അവർക്ക് വലിയ ആനുകൂല്യം നൽകുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക ക്രമത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറെ കൺസെഷൻസ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഈ ജനങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു യഥാർത്ഥ കാരണം ശ്രമിക്കുക. ഈ ഇപ്പൊ ഏറ്റവും പുതിയ കണക്ക് എന്താ പറയുന്നത്? ഈ ഞാൻ പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ 47 വർഷത്തെ ഏറ്റവും കുറവ് ഡൊമസ്റ്റിക് സേവിങ്സ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. നമുക്കറിയാം ഇവിടെയാണ് ഈ പറയുന്ന മൂലധനം നിക്ഷേപങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഒരു ഇക്കോണമി വളരണമെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. ആ ഇൻവെസ്റ്റ്മെന്റ് എവിടെ നിന്നാണ്? കൂടുതൽ ഡൊമസ്റ്റിക് സേവിങ്സിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് സേവിങ്സ് കഴിഞ്ഞ 47 ഇയേഴ്സിനിടയിലെ ഏറ്റവും കുറച്ച് ഡൊമസ്റ്റിക് സേവിങ്സ് ആണ്. കാരണം എന്താ അത് സൂചിപ്പിക്കുന്നത് ജനങ്ങളിലേക്ക് നമ്മൾ ദീർഘവീക്ഷണമുള്ള സാമ്പത്തിക നയമാകണമെങ്കിൽ കാലത്തേക്ക് എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാവണം. ആ സേവിങ്സ് വേണം പിന്നീട് നമ്മുടെ ഇക്കോണമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതാണല്ലോ സേവിങ്സ് ഉണ്ടാവണം. ആ സേവിങ്സ് പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇക്കോണമിയിലേക്ക് വന്ന് അത് ഇക്കോണമി ബൂസ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ സേവിങ്സ് ഉണ്ടാകുന്നില്ല. ആ സേവിങ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകുന്നില്ല. മറിച്ച് ബോറോയിങ്സ് കൂടുന്നു, ഡെപ്റ്റ് കൂടുന്നു. ആ ഇപ്പൊ ഗവൺമെന്റ് എന്താ പറയുന്നില്ല, നിങ്ങൾ കട്ടെടുത്തു. നിങ്ങൾ എവിടെ നിന്ന് വേണേലും ഈ രാജ്യത്തെ ഈ പറയുന്ന 50 കോടി 60 കോടി വരുന്ന മിഡിൽ ക്ലാസ് നിങ്ങൾ കൂടുതൽ കടം മേടിച്ചോ, നിങ്ങൾ കൂടുതൽ കടബാധ്യതയുള്ളവരായി മാറിക്കോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ കടം എടുക്കുന്ന പണം മുഴുവൻ നിങ്ങൾ ഇവിടുത്തെ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്തോ. നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ മേടിച്ചു എന്ന് പറയുന്നത് അത് എന്ത് സാമ്പത്തിക സിദ്ധാന്തമാണ്? അത് എന്ത് ലോങ് ടൈം അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സിദ്ധാന്തം? ജനങ്ങളെ കൂടുതൽ പാത്രരാകുന്നതാണോ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ ഇൻഡിക്കേറ്റർ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യം. ഇപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നിസംമൂല്യം മാത്രം, ഒരു ഫേസ് സേവിങ് മാത്രം. കാരണം ഡീപ്പായിട്ടുള്ള ക്രൈസിസിലൂടെ നമ്മൾ സമ്പത്ത് വ്യവസ്ഥ കടന്നു പോകുമ്പോൾ അതിനകത്തു നിന്നും പിടിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ളതല്ലാതെ
ഒരു ലോങ് ടൈമിലേക്കുള്ള 2047 ഒരു വികസിത ഭാരതമാക്കി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ലോകത്തെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥ ആണെങ്കിൽ $500 സമ്പദ് വ്യവസ്ഥ വളരണം. ഇപ്പോൾ പോലും നമുക്ക് 247 ബില്യൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം നമ്മൾ ഇനി അതിന്റെ ഇരട്ടിയിലേക്ക് കഴിഞ്ഞ അടുത്ത 22 വർഷത്തെ മാറേണ്ടിയിരിക്കുന്നു. പക്ഷെ ഗവൺമെന്റ് അതിന് ചെയ്യേണ്ടത്, കാരണം ഈ പറയുന്ന വൻകിട കോർപ്പറേറ്റുകൾ 1,00,000 കോടിയാണ്. കാരണം ലോകത്ത് ഒരു പക്ഷേ ഈ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരിക്കുന്ന രാജ്യത്ത് നമ്മുടെ 30% നിന്നും 22% നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരിക്കുന്നത്. 2018 28,000 കോടിയായിരുന്നു കോർപ്പറേറ്റ് മേഖലയ്ക്ക് നമ്മൾ ടാക്സ് കൺസിസ്റ്റൻസ് എടുത്തിരുന്നതെങ്കിൽ 2024 ആയപ്പോൾ 1,00,000 കോടിയിലേക്ക് അത്ര അലാമിംഗ് ആയിട്ടുള്ള ഒരു ഡിഫറൻസിലേക്ക് വന്നിരിക്കുകയാണ്. പ്രശ്നം എന്താണെന്നറിയോ? ഒരു എക്കണോമിക് ഇനിക്വാളിറ്റി. നമ്മൾ പ്രിയാമ്പിൾ പറയുന്ന ഒരു എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട്. ആർട്ടിക്കിൾ 38 പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന ഒരു സാമ്പത്തിക നീതിയുണ്ട്. ആ സാമ്പത്തിക നീതി എന്ന് പറയുന്ന ഈ രാജ്യത്തെ പൗരന്മാർക്ക് നിഷേധിക്കപ്പെടുക. കാരണം തോമസ് പിക്കറ്റിയെ പോലെ നൊബേൽ സമ്മാനം നേടിയ എക്കണോമിസ്റ്റുകൾ, അതായത് പുസ്തകം എടുത്ത ക്യാപിറ്റൽ, ഇതിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 100 വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക അസമത്വത്തിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. ഇന്ന് ഈ രാജ്യത്തിന്റെ 74.8% സമ്പത്ത് എന്ന് പറയുന്നത് ശതമാനത്തിൽ താഴെ ആളുകളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. നോക്കൂ ശ്രീ ആദികേശവൻ, ഈ ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക സംസ്കാരമാണ് നമ്മളുടേത് എന്ന പരാതി അന്നും ഇന്നും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അതാണ് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു നിർത്തിയെടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന് അറുതിയാകുന്നു സാധാരണ മനുഷ്യരിലേക്ക് കൂടുതൽ പണമെത്തുന്ന, അവരെ ചേർത്തു പിടിക്കുന്ന ഒരു GST പരിഷ്കരണമാണിത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിപ്ലവം വഴിത്തിരിവാണിത് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഉറപ്പിക്കാമോ? ശ്രീ കൃഷ്ണരാജ്, പ്രൊഫസർ റോണി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനതെല്ലാം കേട്ടു. താങ്കൾ പറഞ്ഞ ഈ റിച്ച് ആൻഡ് പുവർ തമ്മിലുള്ള ജെനി കോഎഫിഷ്യൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു അന്തരത്തിനെ കുറിച്ചുള്ള ചർച്ചയും വിമർശനവും ഒക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. അതിലേക്ക് വരാം. പക്ഷേ അദ്ദേഹം തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇപ്പോൾ എന്നുള്ളത്. ക്രൈസിസ് എന്നുള്ള വാക്ക് കൃഷ്ണരാജ് ഇപ്പം നമ്മളൊക്കെ പത്രവും മറ്റുള്ള അനാലിസിസും ഒക്കെ വായിക്കുന്നവരും അതേപോലെ കമൻട്രിയൊക്കെ കേൾക്കുന്നവരൊക്കെയാണല്ലോ. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി, അതായത് ചാലഞ്ചസ്, വേറെ പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നത് തികച്ചും അവാസ്തവമായ ബേസ്ലെസ്സായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2024-25 ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക് 6.7 അല്ലെങ്കിൽ 6.8 ആയിരുന്നു. ഈ വർഷം ആദ്യത്തെ പാദത്തിലെ കണക്കാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതിവിടെ പരാമർശിക്കപ്പെട്ടു, 7.8%. പ്രൊഫസർ റോണി പറഞ്ഞത് 10% വളർച്ചാ നിരക്ക് നമുക്ക് തുടർച്ചയായിട്ട് വേണം. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് കാണുന്ന ആൾക്കാരും മറ്റുള്ളവരും ഒക്കെ, ഈ 10% റിയൽ GDP ഗ്രോത്ത് അച്ചീവ് ചെയ്ത ഒരു രാജ്യവും ലോകത്തിലില്ല. ചൈന 1978 റിഫോംസ് തുടങ്ങി. നമ്മുടെ റിഫോംസ് കുറച്ച് വൈകി. പക്ഷെ എന്നിരുന്നാലും ചൈന പോലും 8% അല്ലെങ്കിൽ 7% അല്ലെങ്കിൽ 8% വളർച്ചാ നിരക്കേ കൈവരിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. 10% പോസിബിളേ അല്ല. മേ ബി പ്രൊഫസർ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ റിയൽ GDP യും നോമിനൽ GDP യും ഉണ്ട്. നോമിനൽ GDP എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ്റെ ഫാക്ടർ കൂടി നമ്മൾ കൂട്ടി കിട്ടുന്ന ഒരു GDP ഗ്രോത്താണ് നോമിനൽ GDP. ആ വളർച്ചാ നിരക്ക് 9-10% ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിലുണ്ട്. കഴിഞ്ഞ വർഷവും ഏകദേശം 9-10% വളർച്ചാ നിരക്കായിരുന്നു. ആ രീതിക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് 9-10% നോമിനൽ GDP ഗ്രോത്ത് വേണം എന്നുള്ളതിന് കുറിച്ച് നമുക്ക് തർക്കമില്ല. പക്ഷേ ഇവിടെ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് അവാസ്തവമായ കാര്യമാണ്. കാരണം നമ്മുടെ 6, 6.5, 7 എത്രയോ ആയിക്കൊള്ളട്ടെ, അതും ഇൻഫ്ലേഷൻ്റെ തോതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 9 അല്ലെങ്കിൽ 10% നോമിനൽ GDP ഗ്രോത്ത് ഇന്ത്യക്കുണ്ട്. അതേപോലെ മറ്റുള്ള രാജ്യങ്ങളുടെ, ലോകരാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക്
US ഇവിടെ ശ്രീ ജയസൂര്യൻ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. US വളർച്ചാ നിരക്ക് 2%. ജർമ്മനി, ജപ്പാൻ, ഇതൊക്കെ കുറേ ചർച്ചകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും ആവർത്തിക്കുന്നു. ജർമ്മനി, ജപ്പാൻ ഈ വർഷം ഒന്നുകിൽ നെഗറ്റീവ്, ജർമ്മനി നെഗറ്റീവ് ആയിരിക്കും, ജപ്പാൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ്, ഒരു കണക്ക് പറയുന്നത് 1% വളർച്ചാ നിരക്ക് ഈ വർഷം കൈവരിക്കും. ചൈനയും നമ്മളെക്കാളും വലിയൊരു സമ്പദ് വ്യവസ്ഥയാണല്ലോ. ചൈനയുടെ വളർച്ചാ നിരക്ക് പരമാവധി 4.5%. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 7.8 ആദ്യത്തെ പാദത്തിൽ വന്നതുകൊണ്ട് ഈ 25-26 പോലും 6-6.5 റിയൽ GDP ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. രണ്ടാമത് പറയപ്പെട്ടത് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ സേവിങ്സ്, അതായത് സമ്പാദ്യം, ജനങ്ങളുടെ സമ്പാദ്യം കുറഞ്ഞു വരുന്നു, അതുമൂലം ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല. പക്ഷേ കൃഷ്ണരാജ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സേവിങ്സ് മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതാണ് ശരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് സേവിങ്, എത്രയാണോ മുതൽ മുടക്കുന്നത് ആ തോത് മൈനസ് സേവിങ്സ് ആണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റായിട്ട് വരുന്നത്. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 1% മാത്രമേ ഉള്ളൂ. അപ്പോൾ അഥവാ ഈ സേവിങ്സിലൊരു പോരായ്മ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് തുലവും കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വിദേശ നിക്ഷേപവും വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇനിയും ആകർഷിക്കാൻ പറ്റും. അത് വരുന്നുമുണ്ട് ഇന്ത്യയിലേക്ക് എന്നുള്ളതിൽ സംശയമില്ല. ഇനി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ കാര്യം ഗവൺമെൻറ്റിനറിയാം, പോളിസി മേക്കേഴ്സിനറിയാം, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല എന്നുള്ള വസ്തുത. പക്ഷെ അതുകൊണ്ട് എന്താണ് ഗവൺമെൻറ് ചെയ്തത്? അതും ചരിത്രപരമായ ഒരു നീക്കമാണ്. കഴിഞ്ഞ 4 വർഷമായിട്ടെങ്കിലും നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നീക്കിയിരുത്തുന്ന പണം GDPയുടെ ഏകദേശം 3%. ചരിത്രത്തിൽ ഒരിക്കലും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അത്രയും പണം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടില്ല. നമ്മൾ ഈ ബഡ്ജറ്റിൽ 11,11,111 കോടി, അതായത് 3% ഓഫ് GDP എന്ന് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷം, അതായത് ഇൻ്ററിം ബഡ്ജറ്റിലും ഇതേ ഫിഗറായിരുന്നു. 24-25 10 ലക്ഷം കോടി നമ്മൾ നീക്കിവെച്ചു. ഏകദേശം അത്രയും തോത് തന്നെ നമുക്ക് ചിലവാക്കപ്പെട്ടു. അതിൻ്റെ മുമ്പിലത്തെ വർഷം 7.5 ലക്ഷം കോടി നമ്മൾ നീക്കിയിരുത്തി, അത്രയും തന്നെ ചിലവാക്കി. അതിൻ്റെ മുമ്പിലത്തെ വർഷം കേന്ദ്ര ഗവൺമെൻറ് മാത്രം അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് 5,64,000 അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്ക് ഒരു തത്വമുണ്ട്. ഗവൺമെൻറ് പോളിസി നമ്മൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇതെല്ലാം സുചിന്തിതമായ ഒരു പോളിസിയുടെ ലിങ്ക് പോലെ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ്. കാരണം ഇവിടുത്തെ ഡിമാൻഡ് അത് ഈ വർഷത്തെ എന്താണ് കൃഷ്ണ ഉദ്ദേശിച്ചത്? അതായത് ആ ഒരു സാമ്പത്തികമായ വളർച്ചയുടെ ഒരു യാത്രയുണ്ടല്ലോ, അങ്ങ് തന്നെ പറഞ്ഞത് സുചിന്തിതമായ ആ പ്രക്രിയ, അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്, സുതാര്യമാണ്. അതെ, അതെ അതെ ആണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് വളർച്ചാ നിരക്ക് തീരെ അങ്ങ് കുറഞ്ഞു പോയിട്ടില്ല. നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഈ വർഷം ഉദാഹരണത്തിന് ഈ വർഷവും കഴിഞ്ഞ വർഷവും അർബൻ ഡിമാൻഡ്, അതായത് ഗ്രാമീണ മേഖലയിലെ ഡിമാൻഡ് സാധാരണഗതിയിൽ ഒരു 9-10% വർധനവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നോമിനൽ ടേംസിൽ. അർബൻ മേഖലയിലെ ഡിമാൻഡ് ശരിക്കും എഫക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഫീഡ്ബാക്കാണ് പൊതുവെ FMCG, ഈ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സും പാസഞ്ചർ കാർ വിൽക്കുന്ന കമ്പനികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നേരിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ നടപടി ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. വളർച്ചയിൽ അഥവാ എന്തെങ്കിലും ക്ഷതം നമുക്ക് ഏൽക്കുമെന്നുണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഈ നടപടി എടുത്തത് വളർച്ചയെ വീണ്ടും ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉയർന്ന വളർച്ചാ നിരക്കിലേക്ക് തിരിച്ച് കൊണ്ടെത്തിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ പറ്റും. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഇപ്പം ഈ ധനികരും ഇവരും തമ്മിലുള്ള അന്തരം. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനികളുടെ പ്രൈസിനെ കുറിച്ചൊക്കെ വളരെ പെട്ടെന്ന് 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിലുള്ള മാറ്റം കൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈ ആഴ്ച അവസാനം ഇത്രയും കമ്പനികൾ ലോസിലാണ് എൻട്രി ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലുമൊക്കെ നിക്ഷേപിക്കുന്ന ധാരാളം പ്രേക്ഷകരുമുണ്ടാവും ഇത് കാണുന്നവർ. നമുക്കെല്ലാം അറിയാം, മ്യൂച്വൽ ഫണ്ട്സും ഈ സ്റ്റോക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ട കാര്യം,
2023 നമ്മളെ സെൻസെക്സ് സാധാരണക്കാർ മനസ്സിലാവുന്ന ഒരു ഇൻഡെക്സ് ആണല്ലോ സെൻസെക്സ്. 2023 64,000 പോയിന്റ് ആയിരുന്ന ആ സെൻസെക്സ്, ആ ഇൻഡെക്സ് ഇന്നലെ പോലും ഈ കഴിഞ്ഞ ആഴ്ച കച്ചവടം മാർക്കറ്റ് അവസാനിപ്പിച്ചപ്പോൾ ഏകദേശം 80,000 പോയിന്റിൽ കയറി നിൽക്കുകയല്ലേ. അപ്പോൾ 2 വർഷം കൊണ്ട് നല്ല ഒരു വളർച്ച ഇൻഡെക്സ് ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെക്സിൽ പെട്ട കമ്പനികൾ, സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികൾക്കെല്ലാം ഈ നേട്ടം വളർച്ചയും അതേപോലെ നിക്ഷേപകർക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ സൈസ് ഏകദേശം 75 ലക്ഷം കോടിയിലെത്തി നിൽക്കുന്നു. 1-2 വർഷം മുമ്പ് 50 ലക്ഷം കോടിയിൽ താഴെയായിരുന്നു. സാധാരണക്കാർ ഇൻക്രീസിംഗ്ലി ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ വഴി നിക്ഷേപകരായിട്ട് വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് മൂവിൽ തന്നെ പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. അവർ കഴിഞ്ഞ വർഷം എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിന് സമാനമായ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ വർഷം നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുവാനായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിന് ഉയർച്ച പ്രാപിക്കാൻ സാധിച്ചത്? ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും സാധാരണക്കാരും ഒക്കെ കൂടി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രയാണോ FIIs പിന്നോട്ട് വലിച്ചത് അല്ലെങ്കിൽ പുറത്തോട്ട് കൊണ്ടുപോയത് അതിനേക്കാളും ഏറെയുള്ള എമൗണ്ട് സാധാരണക്കാരും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഈ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് തന്നെ പോകുന്നു. താൽക്കാലികമായ കുറേ പ്രശ്നങ്ങൾ അത് പരമ്പരാഗതമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കോവിഡ് വന്നപ്പോൾ ലോകത്തിലെ എല്ലാ വരാം. വലിയ സങ്കീർണമായൊരു വിഷയമാണിത്. ഇത് സാധാരണക്കാർക്ക് കൂടുതൽ മനസ്സിലാകേണ്ടതുണ്ട്. കാരണം ഇത് അവരെ ഏറെ സ്വാധീനിക്കുന്ന, അവർക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ്. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, നോക്കൂ, സാമ്പത്തിക പ്രതിസന്ധി എന്ന വാക്കിലൂന്നിയായിരുന്നു പ്രൊഫസർ റോണി കെ ബേബി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്നത് ഇങ്ങനെയാണ് ശ്രീ ആദികേശവൻ, അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലല്ലോ എന്ന്. ഈ ഒരേ സമയം സാധാരണക്കാർക്ക് ലാഭമുണ്ടാക്കുകയും മറുവശത്ത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന തന്ത്രം, അതല്ലേ ശരിക്കും ഈ പരിഷ്കരണത്തിലൂടെ നമ്മൾ കാണുന്നത്? കൃഷ്ണരാജ് അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ സാങ്കേതിക പറയണം, അങ്ങ് പറയണം. ശരി, ഒരു നിമിഷം ശ്രീ ജയസൂര്യൻ. ശ്രീ ആദികേശവൻ നേരത്തെ ഇടവേളയിലേക്ക് പോകുമ്പോൾ പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പറയൂ ശ്രീ ജയസൂര്യൻ. ഒരു കാര്യം, അതെ, അതായത് നമ്മുടെ ഇപ്പം ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരത്തിനെ കുറിച്ചുള്ള പരാമർശമുണ്ടായല്ലോ. 2 ഡേറ്റ പോയിന്റ്സ് മാത്രം ഞാൻ പറയാം. വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് 2011-12 തൊട്ട് 2022-23 വരെയുള്ള പോവർട്ടിയുടെ മൂവ്മെൻറ്റ്, ഇന്ത്യയിലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുടെ സംഖ്യ നോക്കുമ്പോൾ 20% നിന്നിരുന്ന പോവർട്ടി റേഷ്യോ 5% കുറഞ്ഞിരിക്കുന്നു എന്നത് വേൾഡ് ബാങ്ക് പറയുന്നു. ഇത് കൂടാതെ നമ്മുടെ തന്നെ നീതി ആയോഗ് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഏകദേശം 20 കോടി ആൾക്കാർ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇന്ത്യയിൽ ദാരിദ്ര്യക്ക് പുറത്തു വന്നു, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായി. ഇത് രണ്ടും ഹാർഡ് ഫാക്ട്സാണ്, കണക്കാണ്. ഒരെണ്ണം വേൾഡ് ബാങ്കിൻ്റെയാണ്, നമ്മുടെ കണക്ക് പോലുമല്ല. അപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇതേപോലത്തെ കാര്യങ്ങളും പ്രസക്തമാണെന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. സോറി ശ്രീ ജയസൂര്യൻ, താങ്കളുടെ സമയം ഞാൻ കുറച്ചെടുത്തു. ശ്രീ ജയസൂര്യൻ തുടർന്നോളൂ. കൃഷ്ണരാജ് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ജനങ്ങളിലേക്ക് എത്തുമോ എന്നൊരു ആശങ്കയാണ് കൃഷ്ണരാജ് പ്രകടിപ്പിച്ചത്. എനിക്ക് തോന്നുന്നു അതൊരു വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ചുകൂടി ലളിതമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യമാണ്. പ്രൊഫസർ റോണി കെ ബേബി ഉന്നയിച്ച ആശങ്കകൾ, ആ ആശങ്കകൾക്ക് ആദികേശവൻ സാർ വസ്തുനിഷ്ഠമായിട്ട് മറുപടി പറഞ്ഞു. ആ വസ്തുനിഷ്ഠത എന്ന് പറയുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ലാളിത്യം ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റോണി കെ ബേബി പ്രൊഫസർ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ സേവിങ്സ് കുറഞ്ഞു എന്നുള്ളത്. കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സേവിങ്സ് കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സെൻസെക്സ് എന്തുകൊണ്ട് കുതിച്ചുയർന്നില്ല എന്നുള്ളതുമാണ്. അതിന് ആദികേശവൻ സാർ മറുപടി പറഞ്ഞെങ്കിൽ പോലും ഞാൻ എന്റേതായ ഒരു മറുപടി കൂടി കൂട്ടിച്ചേർത്തോട്ടെ. അതായത് ഇവിടെ ഈ സെൻസെക്സിൽ എഡ്യൂക്കേഷൻ, അതുപോലെ ഇൻഷുറൻസ്, ഹെൽത്ത്, അഗ്രികൾച്ചർ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് നമ്മൾ എത്ര സൗജന്യം കൊടുത്താലും അത് പെട്ടെന്ന് മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യില്ല. ഇപ്പൊ അഗ്രികൾച്ചറിലേക്ക് കൊടുക്കുന്നതാണെങ്കിൽ പോലും അതിന്റെ ഫലം വരുമ്പോഴാണ്, വിള കൊയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് വരിക.
എന്ന് പറയുന്നത് പോലെ ഉള്ള ഇൻവെസ്റ്റ്മെന്റുകളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റില് ക്രൂഡ് ഓയിലിന്റെയോ സ്വർണത്തിന്റെയോ മറ്റെന്തെങ്കിലും വിലയിലുള്ള ഫ്ലക്ച്വേഷൻ പോലെ പ്രതിഫലിക്കുകയൊന്നുമില്ല. പതുക്കെ ആയിരിക്കും വരിക. അത് അധികാശം സാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ല സേവിങ്സ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് നേരെ ഒരു മറുവശമുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്നാണ്. അതായത് കാർഷിക മേഖലയിൽ ഇപ്പോൾ ഒരാൾ സോളാർ പാനൽ വെച്ചു എന്നിരിക്കട്ടെ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോളാർ പാനൽ വെക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം കടമെടുക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ കയ്യിലുള്ള പണം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുമായിരിക്കും. പക്ഷെ അതിന്റെ റിട്ടേൺ വരിക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വൈദ്യുതി ചാർജ് കുറയ്ക്കുകയും നിരന്തരമായ വൈദ്യുതി ഉപയോഗം കൊണ്ട് കാർഷിക നേട്ടം കൊയ്യുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു മറുപടി നമുക്ക് ലഭിക്കുക. അതേപോലെ തന്നെയാണ് കാർഷിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ആരോഗ്യ രംഗത്തും നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, കൃഷിയുടെ ഇൻഷുറൻസ് പണ്ട് കാലത്ത് നമ്മൾ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ കാർഷിക ഇൻഷുറൻസ് എന്ന് പറയുന്നത് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇൻഷുറൻസിന്റെ മേഖലയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നാം ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലെ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുക, വിദേശത്ത് ജോലി ചെയ്യുക സർവ്വസാധാരണമായിരുന്നില്ല. ഇന്ന് ഒരു 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞാൽ കുട്ടികൾ വിദേശത്ത് പോകുന്നു, അവിടെ പഠിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു, സർവ്വസാധാരണമായി. ഇതാരാ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇവിടുത്തെ സാധാരണക്കാരാണ്. അപ്പൊ അവരുടെ സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ പണം എങ്ങനെ എത്തി? അതും ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കോടീശ്വരന്മാർക്ക്, സമ്പന്നന്മാർക്ക്, കോർപ്പറേറ്റുകൾക്ക് 1 ലക്ഷം കോടി രൂപയുടെ സഹായ പാക്കേജുകൾ കൊടുത്തു എന്ന് പറയുമ്പോൾ മറുവശത്ത് സാധാരണക്കാരന് വേണ്ടി കൊടുത്തത് 14 ലക്ഷം കോടി രൂപയാണ്. സമ്പന്നന് വേണ്ടി 1 ലക്ഷം കോടി കൊടുക്കുമ്പോൾ പാവങ്ങൾക്ക് 14 ലക്ഷം കോടി രൂപ കൊടുത്തപ്പോൾ ആ പാവങ്ങളുടെ കയ്യിലേക്ക് വന്ന പണമാണ് ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറിയത്. ഇതൊക്കെ കേവലം സാങ്കല്പികമായിട്ടുള്ള കണക്ക് പറച്ചിലല്ല. കാരണം ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഗ്രോത്ത് നോക്കൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അങ്ങനെ ഈ ലോകത്തിന്റെ 1ാം നമ്പർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതം കുതിച്ചുയർന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ 14 ലക്ഷം കോടി രൂപ ഇവിടുത്തെ സാധാരണക്കാരനിലേക്ക് പമ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് പോളിസികളുണ്ട്. ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ തന്നെയാണ്. ഈ സാമ്പത്തിക വളർച്ചയുടെ ശക്തമായ പിൻബലത്തിലാണ് ട്രംപിന്റെ അഹങ്കാരപൂർണമായിട്ടുള്ള ഈ വെല്ലുവിളിക്ക് മുമ്പിൽ നിശബ്ദനായി കുലുങ്ങാതെ ഹിമാലയം പോലെ നിൽക്കാൻ മോദിക്ക് കഴിയുന്നത്, ഭാരതത്തിന് കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ വൈരം മറന്നുകൊണ്ട് ഒന്നിക്കാൻ തയ്യാറാവുന്നത്. അതുകൊണ്ടാണ് റഷ്യക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുന്നത്. ജപ്പാൻ പോലും ഇന്ന് ഇന്ത്യയുടെ സൗഹൃദം തേടുന്നത്. കാരണം അമേരിക്ക ഉയർത്തിവിടുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ലോകത്തെ ഏതൊരു വൻശക്തി രാഷ്ട്രങ്ങളോടും സാധാരണ രാഷ്ട്രങ്ങളോടും ഞങ്ങൾക്ക് കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് പറയുന്ന ധിക്കാരപൂർണമായ നടപടി ഒറ്റക്കെട്ടായി നിന്ന് നേരിടാനുള്ള ഒരു ശത്രു നിരയെ, ഒരു മിത്ര നിരയെ കൊണ്ട് തന്നെ നേരിടുന്ന ഒരു സംഭവമാണ് ഇന്ന് ഭാരതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വലിയ വാചകടിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. അതിൽ ലോകത്തിന്റെ മുഴുവൻ അംഗീകാരം ലഭിക്കുന്നുമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇത്ര വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇത് സാധാരണ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ റോക്കറ്റ് PSLV ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചല്ലോ. ഇന്ത്യയിൽ ആകെ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 401. ഈ 401 ഉപഗ്രഹം വിക്ഷേപിച്ച ഇന്ത്യയിലെ 232 ഉപഗ്രഹവും അമേരിക്കക്കാർ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പണം തന്നിട്ട് നമ്മുടെ PSLVക്കകത്ത് കയറ്റി വിക്ഷേപിച്ചതാണ്. 2017 ഫെബ്രുവരി 15 നമ്മൾ ലോക റെക്കോർഡ് ഇട്ടു. 104 ഉപഗ്രഹങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ചു ഒറ്റ റോക്കറ്റിൽ. ആ 104 ഉപഗ്രഹം ഇന്ത്യയിൽ ഒറ്റ റോക്കറ്റിൽ വിക്ഷേപിച്ചപ്പോൾ അതിലെ 96 ഉപഗ്രഹം അമേരിക്ക കൊണ്ടുവന്നതാണ്. അമേരിക്ക കൊണ്ടുവന്ന് നമുക്ക് പണം തന്നിട്ട് നമ്മളെ കൊണ്ട് വിക്ഷേപിച്ച, കാരണം അവരുടെ നാട്ടിൽ വിക്ഷേപിച്ച കാശ് കൂടുതലാണ്, ഇവിടെ പണം വളരെ കുറവാണ്. സാങ്കേതിക വിദ്യയുടെ രംഗത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ സാങ്കേതിക രംഗത്ത്, ആയുധ രംഗത്ത്, കാർഷിക രംഗത്ത് എന്ന് വേണ്ട സകല മേഖലയിലും സമഗ്രമായിട്ടുള്ള വികസനം നേടിക്കഴിഞ്ഞ നല്ല ഒരു സാമ്പത്തിക വ്യവസ്ഥ തന്നെയാണ് ഭാരതമെന്നും അതിന്റെ ഗ്രോത്ത് റേറ്റ് ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ് എന്നും ലോകരാഷ്ട്രങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ റഷ്യയും ചൈനയും ജപ്പാനും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, ഇവരൊക്കെ തന്നെ ഭാരതവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ തയ്യാറാവുന്നത്. ഇന്ത്യൻ രൂപയിലെ 36 രാജ്യങ്ങൾ വിനിമയം ചെയ്യാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം 36 രാജ്യങ്ങളിലെ കച്ചവടത്തിൽ നിന്ന് അമേരിക്കൻ ഡോളറിനെ പുറത്താക്കി എന്ന് തന്നെയാണ്. അമേരിക്കയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ആഗോള കറൻസി എന്ന് പറയുന്ന അധീശത്വം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ രാജ്യമാണ് ഭാരതം. അപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന ഒരു ലോകക്രമം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന്
കോവിഡിന്റെ കാലഘട്ടത്തിൽ ഭാരതം തെളിയിച്ചതാണ്. അതിന് മുന്നോട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അമേരിക്കയുടെ പ്രതിരോധം ദീർഘകാല അടിസ്ഥാനത്തിൽ ഭാരതത്തിന് ഗുണം ചെയ്യും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അമേരിക്കയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് വളരും. ഇന്ത്യയുടെ വ്യവസായ പുരോഗതിയും അതുപോലെ തന്നെ വ്യാപാര പുരോഗതിയും മറ്റു രാജ്യങ്ങളുമായിട്ട് കൂടുതൽ സഖ്യങ്ങൾ ഉണ്ടാക്കും. നാളിതുവരെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഡോളറിനുള്ള അടിമത്തം അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം കറൻസികൾക്ക് ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊടുക്കാൻ ഇന്ത്യക്ക് സ്വന്തം കറൻസിയെ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞെങ്കിൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ജപ്പാനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അത് സാധിക്കുമെന്ന് വന്നാൽ നേരത്തെ പറഞ്ഞ സ്വയം പര്യാപ്തമായ സാമ്പത്തിക സംസ്കാരം, ഞാൻ അങ്ങയിലേക്ക് വരാം. പ്രൊഫസർ റോണി കെ ബേബി, ഈ സാധനങ്ങളുടെ വില കുറഞ്ഞാൽ അത് സാധാരണക്കാർക്ക് വലിയ നേട്ടമാണ്, അവർക്കത് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കേണ്ടി വരുന്നത് പക്ഷേ ബിസിനസ്സിനെ സ്വാധീനിക്കും. എന്നിട്ടും വളരാനുള്ള അവസരമായി ഇത് മാറുന്നുവെന്ന ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. നോക്കൂ, ബിസിനസ് എളുപ്പമാകില്ലേ? ബിസിനസ് ചെയ്യൽ എളുപ്പമാകില്ലേ? തൊഴിലും നിക്ഷേപവും വർദ്ധിക്കില്ലേ? ഇവിടെ എന്നോട് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്, തൊഴിലും നിക്ഷേപവും. കാരണം ഏതൊരു ഇക്കോണമിയുടെയും അതിന്റെ ഒരു വളർച്ചയുടെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ദെൻ അടുത്ത് വരുന്ന എംപ്ലോയ്മെന്റ് ആണ്. ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ശ്രീ ആദിക അശ്വൻ അദ്ദേഹം വളരെ സമഗ്രമായി തന്നെ കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു നല്ലൊരു ഇക്കോണമി ആണെങ്കിൽ ഇത് ഒരു 9 അല്ലെങ്കിൽ ഒരു മോർ ദാൻ 10% ഗ്രോത്ത് അത് ഒരു ഹെൽത്തി ഇൻഡിക്കേറ്റർ ആണ്. വളരെ അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ, ഞാൻ പറയുന്ന കണക്ക് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താൻ, ഞാനൊരു സാമ്പത്തിക എക്സ്പെർട്ട് ഒന്നുമല്ല, ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ്. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 9.6% ആയിരുന്നു ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും അധികം വന്ന് സെക്കൻഡ് ലാർജസ്റ്റ് ആയി വളരുന്ന ഇക്കോണമി നമ്മുടേതായിരുന്നു. ഏറ്റവും ഫാസ്റ്റിംഗ് ആയിട്ട് വളരെ വേഗതയിൽ വളരുന്ന രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതായിരുന്നു. മൻമോഹൻ സിംഗിന്റെ 10 വർഷത്തെ കാലയളവിലാണ് 30 കോടി ആളുകൾ. ഇപ്പോൾ 20 കോടി ആളുകളാണ് കഴിഞ്ഞ 10 വർഷം 2014 മുതൽ 24 വരെ നമ്മൾ പറയുന്നു. പക്ഷെ അതിനു മുമ്പുള്ള 10 വർഷം 30 കോടി ആളുകൾ ഈ വേൾഡ് ബാങ്കിന്റെ ഒക്കെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ പോവർട്ടി ലെവലിന് മുകളിലേക്ക് ഉയർന്നത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ്. പക്ഷെ അന്ന് മൻമോഹൻ സിംഗിന്റെ ഒക്കെ ഒരു സാമ്പത്തിക നയം എന്തായിരുന്നു? അദ്ദേഹം ചെയ്ത സാമ്പത്തിക ജനങ്ങളിൽ പണം ഉണ്ടാകണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള വിപ്ലവകരമായ കാര്യങ്ങൾ കൊണ്ടുവന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ ജീൻ റിസേ പോലെയുള്ള ആധുനിക സാമ്പത്തിക ചിന്തകന്മാരൊക്കെ പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകണം. അല്ലാതെ നമ്മൾ സർക്കാരിന്റെ ഖജനാവിലോ ബാങ്കുകളിലെ അക്കൗണ്ടിലോ പണം, ജനങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അത് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ, അത് കൂടുതൽ സേവ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ ഈ രാജ്യത്തേക്ക് താങ്ങി നിർത്തിയിരുന്ന ചെറുകിട സമ്പാദ്യ പദ്ധതികൾ. നമുക്കറിയാം, വളരെ സ്മോൾ ചെറിയ രീതിയിലുള്ള ലഘു സമ്പാദ്യ പദ്ധതികൾ, അത് ഒക്കെ ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് വരുന്നു. അങ്ങനെ അത് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സാമ്പത്തികം വളർന്നുകൊണ്ടിരുന്നത്. പക്ഷെ 2014 ശേഷം നമുക്ക് വന്ന ഒരു സാമ്പത്തികമായി വന്ന നമ്മുടെ ഒരു ചേഞ്ച്, ഒരു മാറ്റം എന്ന് പറയുന്നത് ഗവൺമെന്റ് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച ആഗ്രഹിക്കുന്നു, വളരെ റാപ്പിഡായിട്ട്. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ പണം ഗവൺമെന്റിൽ വരണം. ഗവൺമെന്റ് തന്നെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുത്തുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്കറിയാം 2017 ഇവിടെ ഈ GST വരുന്നു. ആദ്യം BJP അതിനെ എതിർത്തതാണ്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ 2014 GSTയുടെ ആലോചനകളൊക്കെ വരുമ്പോൾ അതിനെ എതിർത്ത ഒരു പാർട്ടിയായിരുന്നു BJP. എങ്കിലും 2017 BJP നമ്മുടെ GST ഇവിടെ നടപ്പാക്കി. നമുക്കറിയാം ഇപ്പം ഇന്ത്യ ഗവൺമെന്റിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലാണ്. 22 ലക്ഷം കോടിയൊക്കെ GST ആയി വിറ്റ് നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു പണം ഗവൺമെന്റിലേക്ക് വരുന്നു. ഗവൺമെന്റ് അത് വലിയ രീതിയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ പോസിറ്റീവായിട്ട് തന്നെ പറയുക, നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 53% എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഗവൺമെന്റ് നോക്കുന്ന അങ്ങനെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അപ്പോൾ അതിന്റെ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്ന അവിടെയൊക്കെയാണ് നമുക്ക് അതിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. അദാനി പോലെയുള്ള കമ്പനികളൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു, ഒരുപാട് കമ്പനികൾ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു. നമുക്ക് അതിന്റെ ഒക്കെ വിയോജിപ്പുണ്ട്. പക്ഷെ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. പ്രത്യേകിച്ച് 2000 നമുക്കറിയാം ഈ കറൻസി ഡിമോണിറ്റൈസേഷന് ശേഷം ഏകദേശം 1 കോടിയോളം നമ്മൾ ശക്തിപ്പെടുത്തേണ്ട കാര്യമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ GSTയുടെ രണ്ടാമത്തെ GST 2.0 ഈ റിഫോംസ് ഒക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ എംപവർ ചെയ്യേണ്ടത് ആരെയാണ്, നമ്മൾ ശാക്തീകരിക്കേണ്ടത് ആരെയാണ്? ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും തൊഴിലെടുക്കുന്ന സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ എന്റർപ്രൈസസ്, അല്ലെ ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങളാണ്. 2017-18 ശേഷം അത് ഈ പറയുന്ന ഡിമോണിറ്റൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡ് പാൻഡമിക് ആയിക്കോട്ടെ, അതിനൊക്കെ ശേഷം ഏകദേശം 1 കോടിയോളം ചെറുകിട സൂക്ഷ്മ വ്യവസായ യൂണിറ്റുകൾ
ഈ രാജ്യത്ത് അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. എന്നത് GST ഒരു ഘടകമാണ്. GST ഈ സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ മൈക്രോ സ്മോൾ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഗുണമുണ്ടാകുമെന്നാണ് ഞാൻ പല ലേഖനങ്ങളിലൂടെ വായിച്ചു മനസ്സിലാക്കിയത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു ഇടവേള കൂടി അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം 30 സെക്കൻഡാണ് ഒരു കാര്യം പെട്ടെന്ന് ഇതിനകത്ത് ഗവൺമെന്റ് ജെനുവിനായിട്ട് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം. എത്ര വലിയ കൊള്ളയ നടക്കുന്നറിയോ? റഷ്യയിൽ നിന്ന് $46 മേടിക്കുന്ന സാധനം നോക്കണം. $46 മേടിച്ചിട്ടാണ് 106-107 രൂപയ്ക്ക് നമുക്ക് വിറ്റുകൊണ്ടിരിക്കുക. മൻമോഹൻ സിംഗിന്റെ കാലത്ത് $114 ആയിരുന്നു ഒരു ബാരലിന്. അന്ന് ഈ രാജ്യത്ത് 84 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ 106 രൂപയിൽ 50-60 രൂപ എന്ന് പറയുന്നത് ടാക്സ് ആണ്. നോക്കൂ, ഈ വിഷയത്തെ അമേരിക്കയുമായി ചേർത്ത് പറയേണ്ടത് അനിവാര്യമാണ്. അതിലേക്ക് വരും മുമ്പ് ഒറ്റ ചോദ്യം കൂടി ശ്രീ ആദികേശവൻ. ഈ സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് 48,000 കോടിയുടെ വരുമാന നഷ്ടം അല്ലെങ്കിൽ വരുമാന ആഘാതം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് ഈ GST പരിഷ്കരണം വന്നാൽ. അതായത് സാധാരണക്കാർക്ക് ഈ GST ആനുകൂല്യം ഉത്തേജനമാകുന്നു, അതേസമയം മറുവശത്ത് നികുതി വരുമാനത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്നു. ഈ ആഘാതം നേട്ടമാകുന്നത് എങ്ങനെയാണ്? ശ്രീ കൃഷ്ണരാജ്, നമ്മൾ സർക്കാർ പറഞ്ഞ ഒരു കണക്കാണ് ഈ 48,000 അല്ലെങ്കിൽ 50,000 കോടി. അത് എന്തായാലും ഒരു ഇടിവ് വരും എന്നുള്ളത്. ടാക്സ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വരുമാനം കുറയും. പക്ഷേ ഒരു അസംഷൻ, ഒരു തത്വം ഇതിൻ്റെ പിന്നിലുള്ളത്, ഈ നികുതി കുറയ്ക്കുന്നത് വഴി നമ്മുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും, കമ്പനികൾക്ക് കൂടുതൽ സാധനം വിൽക്കുവാൻ സാധിക്കും, അവരുടെ ടേൺ ഓവർ കൂടും. അതുമൂലം ടേൺ ഓവർ കൂടുമ്പോൾ സർക്കാരിൻ്റെ കളക്ഷൻ ത്രൂ ടാക്സസ്, പ്രോഫിറ്റ് ലാഭം കൂടും, അതിൽ നിന്നുള്ള ടാക്സസിൻ്റെ വരുമാനവും കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇനി അഥവാ ഈ 48,000 കോടി കിട്ടാതെ പോകുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ 48,000 കോടി കുറവ് വന്നാൽ പോലും അതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ഇന്നത്തെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തരണം ചെയ്യുവാനും ഡീൽ ചെയ്യുവാനും നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ മൊത്തം ടാക്സ് വരുമാനം എന്ന് പറയുന്നത് 28 ലക്ഷം കോടിയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് ബഡ്ജറ്റ് സമയത്ത്. കഴിഞ്ഞ വർഷം 23-24 ലക്ഷം കോടിയായിരുന്നു. അപ്പോൾ 48,000 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എത്രയാണ്, 2% മാത്രമേ വരുന്നുള്ളൂ. 2% ഇടിവ് വന്നാൽ പോലും നമ്മുടെ ധനക്കമ്മി 4.4 കൊണ്ട് എത്തിക്കും എന്നാണ് ബഡ്ജറ്റ് പറയുന്നത്. 2026 മാർച്ച് നമ്മുടെ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ നമ്മുടെ ധനക്കമ്മി 4.4 എന്നുള്ള നിലവാരത്തിൽ കൊണ്ടെത്തിക്കും. അഥവാ കുറച്ച് വ്യതിയാനം വന്നാൽ പോലും സംഭവിക്കുന്നത് എന്താണ്, 4.4 പകരം 4.5, ഇനിയിപ്പോൾ 4.6 ആയാലും ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മുടെ ധനക്കമ്മി മറ്റുള്ള രാജ്യങ്ങളുടെ ധനക്കമ്മികളെ പോലെ തന്നെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ധനക്കമ്മി, നമ്മുടെ രാജ്യത്തിന് ധനക്കമ്മി കോവിഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം ധനക്കമ്മി 9% 9-ൽ നിന്ന് നമ്മൾ താഴോട്ട് 6-ൽ വന്നു, പിന്നെ 5.6-ൽ വന്നു, ഇപ്പം 4.4. പറഞ്ഞു വരുന്നത് ഈ 48,000 കോടി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ തോതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഖ്യയല്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ തോത്, ഒരു വർഷം കേന്ദ്ര ഗവൺമെൻറ് ചെലവാക്കുന്ന തുക 50 ലക്ഷം കോടിയാണ്. ആ 50 ലക്ഷം കോടിയിൽ ഒരു 40,000-50,000 വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അടക്കം ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വരുമാന വീഴ്ച തന്നെയായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷേ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ഇത് ഇന്നത്തെ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാൻ പറഞ്ഞത്, അതായത് ഈ തീരുമാനം, ഇഫ് യു തിങ്ക് ഇൻ ടേംസ് ഓഫ് common use, on items of common use, rates need not be brought down because doing that will be a loss to my revenue, then say so. But nobody did that. ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ. അതായത് ഏതെങ്കിലും സംസ്ഥാനത്തിന് ആശങ്കയുണ്ടായിരുന്നു, എൻ്റെ വരുമാനം കുറയും, എൻ്റെ റവന്യൂ കുറയും, ഈ നികുതി കുറയ്ക്കുന്നത് കൊണ്ട് എൻ്റെ കളക്ഷൻ കുറയും ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ മീറ്റിങ്ങിൽ വെച്ച് പറയണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തീരുമാനം യുനാനിമസ് ആയിരുന്നു, ഒരു ഡിസൻറ്റുമില്ലാതെ
പാസ്സാക്കപ്പെട്ടു. അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ അടക്കം ഈ വരുമാന വീഴ്ചയെ താൽക്കാലികമായിട്ട് കണ്ടുകൊണ്ട് ലോങ് ടേമിൽ ഇത് സമ്പദ്ഘടനയ്ക്ക് ഗുണം ചെയ്യും എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒന്ന് രണ്ട് കാര്യം മാത്രം പ്രൊഫസർ റോണി പറഞ്ഞതിനോട്, കാരണം കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ 10%, ഞാൻ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ എന്തെങ്കിലും വളർച്ച കുറഞ്ഞിരുന്നു എന്നോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ള പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ വളർച്ചയുടെ നിരക്ക് നാം നോക്കുമ്പോൾ 2004 തൊട്ട് 2014 വരെ ഏറ്റവും കൂടിയ വളർച്ചാ നിരക്ക് 2010 8.5%. അത് ശരിക്കും 2008 പ്രതിസന്ധിക്ക് ശേഷം വലിയൊരു ബൂസ്റ്റ്, ഒരു ഫിസ്ക്കൽ ഇൻസെൻറ്റീവും മോണിറ്ററി സപ്പോർട്ടും ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ രാജ്യത്തിന് അന്ന് 8.5%, അതാണ് ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ്. ലോവസ്റ്റ് ആ സമയത്തുണ്ടായിരുന്നത് 2008 3%. പക്ഷേ 2-3 വർഷങ്ങൾ 2012 5.5, 2011 5.2. അപ്പോൾ കുറഞ്ഞതും കൂടിയതുമായ ഒരു വളർച്ചാ നിരക്കിൻ്റെ പാതയിൽ കൂടിയിട്ടാണ് അപ്പോഴും നാം കടന്നുപോയത്. ഈ ഒരു 10 വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ സർക്കാരുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നെഗറ്റീവ് ജി ഡി പിയിലേക്ക് നമ്മൾ പോയി. പക്ഷേ ഒരു കാര്യം നമുക്ക് നേട്ടമായി, ഇതൊരു സർക്കാരിൻ്റെ അല്ല രാജ്യത്തിൻ്റെ നേട്ടമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രൊഫസർ റോണി, നമ്മുടെ വിലക്കയറ്റ നിലവാരം ആ 10 വർഷത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് പിടിച്ചു നിർത്തുവാൻ സാധിച്ചു. 2014 വിലക്കയറ്റം സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഇനി രണ്ടുപേരിലേക്ക് ഒന്ന് പോകണം, പിന്നെ അങ്ങയിലേക്കും ഒന്ന് വരേണ്ടതുണ്ട്. ജയസൂര്യൻ, നോക്കൂ, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു മറുപടി. ഈ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ആഭ്യന്തര ഉപഭോഗത്താൽ നയിക്കപ്പെടുന്ന ഒന്നാണ് പ്രധാനമായി. എങ്കിലും ട്രംപിൻ്റെ ഇരട്ടി തീരുവ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വെല്ലുവിളിയാണെന്നും GST പരിഷ്കരണത്തിലൂടെ ഉപഭോഗം വർദ്ധിക്കുമെന്നും പറഞ്ഞത് ഭാരതത്തിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ്. നോക്കൂ, അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് എന്താകണം ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിന് ശക്തി പകരേണ്ടത് എന്നതിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാനാണ് നേരത്തെ ശ്രീ ആദികേശവൻ പറഞ്ഞു വെച്ചത്. അതെ, തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താരിഫ് യുദ്ധത്തിൽ തരിമ്പും കുലുങ്ങാത്ത ഒരു രാജ്യം എന്ന ഇമേജാണ് നമുക്കിപ്പോൾ ഉള്ളത്. അത് കേവലം ഒരു ഇമേജ് പ്രകടിപ്പിക്കൽ മാത്രമല്ല, വ്യക്തവും ശക്തവുമായിട്ടുള്ള സാമ്പത്തിക അടിത്തറ നമുക്കുണ്ട്. അത് നമ്മുടെ കാർഷിക മേഖലയിൽ മുതൽ ബഹിരാകാശ മേഖല വരെ പ്രകടവുമാണ്. അന്താരാഷ്ട്ര വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തും പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെയുള്ള രംഗത്തുമൊക്കെ നമ്മൾ ശക്തമായിട്ടുള്ള ആധിപത്യം ഇപ്പോൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം എന്ന് പറയുന്നത് ചൈനയോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പുറകിലായിരിക്കാം. പക്ഷെ ലോകത്തിന്റെ 4ാം സ്ഥാനത്തെത്തുകയും 3ാം സ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് കണക്കുകളിലൂടെ അല്ലാതെ കാര്യങ്ങളിൽ കൂടി തന്നെ ഇന്ത്യയിലെ ഈ പറയുന്ന 146 കോടി ജനങ്ങളുടെ ആ ഒരു പവർ ഉണ്ടല്ലോ, അത് മറ്റൊരു രാജ്യത്തിനും ഇല്ല. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എവിടെയുണ്ട്? ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം, ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ ലിറ്ററസി ഉള്ള രാജ്യം, ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന രാജ്യം. അടുത്ത 50 വർഷത്തേക്ക് ലോകത്തിന്റെ മുഴുവൻ രാജ്യങ്ങൾക്കും ചെറുപ്പക്കാരെ അഭ്യസ്തവിദ്യരെ സംഭാവന ചെയ്യാൻ കഴിയുന്ന രാജ്യം. ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രത്യേകതകൾ ലോകത്തെ മറ്റൊരു രാജ്യത്തിനുമില്ല, അത് ഭാരതത്തിന് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ വ്യവസായികൾ, നമ്മുടെ കർഷകർ, നമ്മുടെ സാങ്കേതിക വിദഗ്ധർ, ഇവരെല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നതും ഒരു പ്രധാന ഘടകമാണ്. അമേരിക്ക അടക്കമുള്ള യൂറോപ്പ് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും പരന്നു കിടക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറയാണ് നമ്മൾ പൊക്രാൻ 2 നമ്മളെ ശക്തമായിട്ട് പിന്തുണച്ചത്. ഇപ്പോൾ ആഗോളതലത്തിൽ നമ്മളെ ആര് വരിഞ്ഞു കെട്ടാൻ ശ്രമിച്ചാലും ആഗോളതലത്തിൽ തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു വലിയ സംവിധാനമായിട്ട് ഭാരതം വളർന്നിട്ടുണ്ട്. അപ്പോൾ അകത്തും നമ്മൾ ശക്തമാണ്, പുറത്തും ശക്തമാണ്. ദീർഘകാല അടിസ്ഥാനത്തിലേക്കുള്ള നമ്മുടെ അടിത്തറയും ശക്തമാണ്. അതുകൊണ്ട് ഭാരതം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം ശാസ്ത്രീയമായിട്ട് തന്നെയാണ്. അത് യഥാർത്ഥത്തിലുള്ള അടിത്തറയിൽ അടിയുറച്ചു നിൽക്കുന്ന, തലയുറച്ച് നിൽക്കുന്ന ആത്മവിശ്വാസമാണ്. അത് വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ ലോകത്തിന് മനസ്സിലാക്കേണ്ടി വരും, ട്രംപിനും മനസ്സിലാക്കേണ്ടി വരും. ശരി, പ്രൊഫസർ റോണി കെ ബേബി, നോക്കൂ, ഇന്ന് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെയും പുടിൻ്റെയും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ട്രംപ് പറയുന്നത് ഇന്ത്യയെയും റഷ്യയെയും നമുക്ക് നഷ്ടമായി എന്നാണ് തോന്നുന്നത്. ഇരുണ്ടതും ദുരൂഹവുമായ ചൈനയോട് അവർ ചേർന്ന് നിൽക്കുന്നു എന്ന പരിഹാസമാണ് അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ട്രംപ്. മറുവശത്ത് പുടിൻ പറഞ്ഞ എന്താണ്? ഭാരതത്തോടും ചൈനയോടും താരിഫ് ഭീഷണിയുടെ ഭാഷ പ്രയോഗിക്കാൻ അമേരിക്കയ്ക്കാവില്ല എന്നാണ്. അതായത് ഒരു ശക്തി ഒരു വശത്ത് കരുത്താർജിക്കുന്നു എന്ന സൂചന.
ഈ ട്രംപിൻ്റെ പരിഹാസം ഭയം മറയ്ക്കാനാണ്? ഈ ട്രംപിന്റെ പരാമർശം അദ്ദേഹം പരിഹാസ രൂപേണ നടത്തിയതാണോ അതോ ജെനുവിനാണോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു പരാമർശം നടത്തി. ഏതെക്കാളും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഴയ ചേരിചേരാ നയത്തിലേക്ക് ഇന്ത്യ ഒരു മാറുന്ന സാധ്യത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 50-60 വർഷം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഭാഗമായിരുന്ന ഒരു ചേരിചേരാ നയം ഉണ്ടായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്തെ എതിർത്ത് വെല്ലുവിളിച്ച് നിന്നിരുന്ന ഒരു നയം. ഏതെക്കാളും ഇപ്പോൾ മോദി ഗവൺമെന്റ് ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. നമ്മൾ വീണ്ടും പഴയ ആ ഒരു ചേരിചേരാ നയത്തിൽ നമ്മൾ എടുത്തിരുന്ന നിലപാടുകളിലേക്ക് നമ്മളിപ്പോൾ മാറുന്നുണ്ട്. പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് വാർ അത് എത്രയും പെട്ടെന്ന് തീരണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വ്യക്തിപരമായി ഞാനും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാവും. കാരണം നമുക്ക് ഒരിക്കലും അമേരിക്കയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റ് ഒരു രാജ്യമായിട്ടുള്ള ട്രേഡ് റിലേഷനിലേക്ക് നമുക്ക് ഒരു പരിധിക്കപ്പുറം പോകാൻ കഴിയില്ല. കാരണം അമേരിക്കയുമായി നമുക്ക് ട്രേഡ് സർപ്ലസ് ഉണ്ട്. ഈ പാനലിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ആദികാശൻ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. കാരണം നമുക്ക് അത്രമാത്രം ഒരു ഡോമിനേഷൻ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിലുണ്ട്. നമുക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ചൈനയുമായിട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? നമുക്ക് അവിടെ ട്രേഡ് സർപ്ലസ് ആണ്. അവിടെ ചൈനയിലേക്കുള്ള കയറ്റുമതിയേക്കാൾ കൂടുതൽ ചൈനയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതിയാണ്. അപ്പൊ നമുക്കത് അവിടെ എങ്ങനെ നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും, നമുക്കത് മുതലെടുക്കാൻ പറ്റും എന്നുള്ളത്. ഇനി മറ്റു രാജ്യങ്ങളിൽ നമ്മൾ മാർക്കറ്റ് കണ്ടെത്താൻ പോവുകയാണെങ്കിൽ പോലും അവിടെയെല്ലാം നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് ചൈനയോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അത് ഇലക്ട്രോണിക് ഗുഡ്സ് ആയിക്കോട്ടെ, മറ്റു മേഖലകളായിക്കോട്ടെ. അപ്പൊ നമുക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ചില മേഖലകൾ ഉണ്ടായിരുന്ന ഒരു മൊണോപ്പൊളി, ഒരു കുത്തക ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ പറയുന്ന ഈ പുതിയ താരിഫുകൾ വന്നതോടുകൂടി നമുക്ക് ആ ഒരു മേൽക്കൈ നഷ്ടപ്പെടുകയാണ്. പക്ഷെ നമുക്ക് അത് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പം പൊളിറ്റിക്കലി നമുക്ക് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയാം. റഷ്യയുമായിട്ട് കൂടെ നിന്നുകൊണ്ട്, ചൈനയുമായിട്ട് കൂടെ നിന്നുകൊണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും ഒരിക്കലും ഡിപ്പെൻഡബിൾ അല്ല. അതൊരിക്കലും ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതല്ല. അല്ല, ശ്രീ കൃഷ്ണരാജ്, ഇത് നല്ല ഒരു ചർച്ചയായിരുന്നു. ശ്രീ റോണി റേസ് ചെയ്ത ഇഷ്യൂസും റിലവൻ്റ് ആണ്. പക്ഷേ നമ്മളിപ്പം എല്ലാവരും 3 പേരും പറഞ്ഞത് ഇതിപ്പോൾ കണക്കുകൾ എന്ത് വേണമെങ്കിൽ പറയാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കിനെ കുറിച്ച് വാദിക്കാം. പക്ഷേ നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെപ്പറ്റി? അതെൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളർച്ചയുണ്ടോ? വളർച്ചാ നിരക്കുണ്ട്. സുസ്ഥിരമായിരിക്കണമല്ലോ വളർച്ച. ആ വളർച്ച സുസ്ഥിരമാക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം? ആ നടപടികൾ ഗവൺമെൻറ്റുകൾ, ഞാൻ വീണ്ടും പറയുന്നു, സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല. കാരണം GST കൗൺസിലിൽ എല്ലാ പാർട്ടികളിലും പെട്ട ചീഫ് മിനിസ്റ്റേഴ്സും ഐകകണ്ഠ്യേന എടുത്ത തീരുമാനം ഈ ടാക്സ് കുറയ്ക്കുക. അത് നമ്മുടെ വളർച്ചാ നിരക്കിനെ സുസ്ഥിരമാക്കാനായിട്ട് ഉതകും എന്നുള്ളതിലും ഒരു കൺസെൻസസ് നമുക്കുണ്ട്. വിലക്കയറ്റം നമ്മളെ ബാധിക്കുന്നുണ്ടോ? വിലക്കയറ്റം താഴ്ന്ന നിലയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഉയർന്ന വളർച്ചാ നിരക്കും താഴ്ന്ന വിലക്കയറ്റ നിരക്കും ആണ് സാധാരണക്കാർക്ക് വേണ്ടത്. ആ നിലവാരത്തിൽ തന്നെയാണ്, ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കാണേണ്ടത്. നമുക്ക് പ്രതിസന്ധിയുണ്ടോ? ഒരു പ്രതിസന്ധിയുമില്ല. നമുക്ക് വെല്ലുവിളികളുണ്ട്, നമുക്ക് ചാലഞ്ചസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിനെയും വെല്ലുവിളികളെയും നേരിടാനായി പറഞ്ഞു വെച്ചു. അതായത് GST കൗൺസിൽ യോഗത്തിൽ കേരളവും സമ്മതിച്ചത് പ്രകാരമുള്ള ഒരു നടപ്പിലാക്കലിൻ്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇനിയുണ്ടാകുന്ന വിമർശനം രാഷ്ട്രീയമാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഭദ്രമായതാണ്. അത് കൂടുതൽ ഭദ്രമായ അവസ്ഥയിലേക്ക് പോകുന്നു. കൂടുതൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്ന ഒരു പരിഷ്കരണമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയസൂര്യൻ, പ്രൊഫസർ റോണി കെ ബേബി, ആദികേശവൻ ഒപ്പം ചേർന്നതിന്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.